നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു തിരമാല പോലെയാണ്. കയറ്റവും ഇറക്കവും എല്ലാം നിറഞ്ഞ ഒന്ന്. ചിലപ്പോൾ അത് നമ്മുടെ അരികിലേക്ക് ആഞ്ഞടിച്ചു എന്ന് വരാം. ചിലപ്പോഴാണെങ്കിലോ അത് നമ്മെ ഒന്ന് തഴുകി തലോടി പോവുകയും ചെയ്യും. ആർത്തുല്ലസിക്കുന്ന ഈ തിരമാലകളെ സാക്ഷിയാക്കി പ്രതിസന്ധികളെ മറികടന്ന ജീവിത അനുഭവങ്ങളുടെ കഥയുമായി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ചില ആൾക്കാരുടെ വിജയം എന്ന് പറയുന്നത് നമ്മളെ ശരിക്കും അങ്ങ് ഞെട്ടിച്ചു കളയും അല്ലേ? ആ വിജയത്തിന് അത് കൂടുതൽ മാറ്റു കൂട്ടുന്നത് മറ്റുള്ളവരുടെ കയ്യടി തന്നെയാണ്. നമ്മളെ സ്നേഹിക്കാനായിട്ട് നമ്മുടെ ചുറ്റും ഒരുപാട് പേരുണ്ടാവുക എന്ന് പറയുന്നത് ശരിക്കും ഭാഗ്യം ചെയ്ത ഒരു കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ വിജയം കൈവരിക്കുകയും തന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരെ കൂടെ കൂട്ടുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ കൂടെ കൂട്ടിക്കൊണ്ടേയിരിക്കുന്ന ഒരാളാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിൽ ഇന്ന് നമ്മളോടൊപ്പം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഹായ് റോബിൻ, വെൽക്കം ടു ദ ഷോ. ഹായ്, സുഖം? നല്ല ഓടിച്ചാടി നല്ല ഉഷാറായിട്ടിരിക്കുകയാണല്ലോ റോബിൻ. വന്നു ഇരുന്നോളൂ. യെസ് റോബിൻ, നല്ല സുഖമായിട്ടിരിക്കുന്നു അല്ലേ? സന്തോഷമായിട്ടിരിക്കുന്നു. എനർജി ഫീൽ ചെയ്യാതെ രാവിലെ 10 മണിയായി. ആക്ച്വലി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എൻ്റെ ഒരു കുട്ടിക്കാലത്തൊക്കെ ഞാൻ TV കണ്ടിരുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആങ്കറിന്റെ കൂടെ ഈ ഒരു ഷോയില് പങ്കെടുക്കാൻ പറ്റിയതിൽ അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ഈ ഷോ ഒക്കെ കാണുന്നത് 2002, 2003, 2004 ഏഷ്യൻ സൂര്യയിലൊക്കെ കണ്ടത്. അപ്പം അത്യാവശ്യം പ്രായം ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അത്രയും പ്രായം തോന്നുന്നില്ല. നല്ല പ്രായമുണ്ട്. അപ്പൊ അത് വെച്ച് തന്നെ നോക്കാലോ. ഞാൻ പഠിച്ചോണ്ടിരിക്കുമ്പോഴായിരുന്നു അതൊക്കെ ചെയ്തോണ്ടിരുന്നത്. അതെ, കാരണം നമുക്ക് ആ ഒരു ടൈമിലൊക്കെ TV ആയിരുന്നു ഒരു ഓപ്ഷൻ. ഇന്റർനെറ്റില്ല, ഫോണില്ല, ഒന്നുമില്ലാത്ത ഒരു ടൈമാണ്. അപ്പം ആ ടൈമിലൊക്കെ എനിക്ക് ആ ഷോന്റെ പേര് അറിയത്തില്ലെങ്കിലും പാട്ട് പ്രോഗ്രാം ആയിരുന്നെന്ന് മാത്രം അറിയാം. കാരണം കാണാൻ വേണ്ടി. അതെ അതെ, ഐ മീൻ പ്രോഗ്രാമിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. സോ അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിനെ കാട്ടി അതിന്റെ ആങ്കർ അതിൽ കുറച്ചുകൂടി ഹിറ്റായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ ഈ ഷോയിലേക്ക് വരാം. നമ്മുടെ ഈ ഷോയിൽ വന്നിരിക്കുന്ന ഗസ്റ്റിന്റെ അടുത്ത് ആദ്യം ചോദിക്കാനുള്ളത് ഇതാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, അതിനോട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം റോബിൻ ഇതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നുണ്ടാവണം. എന്ത് തോന്നുന്നു? ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ലൈഫ് ബ്യൂട്ടിഫുൾ ആണ്. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ലൈഫിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, വിഷമമുള്ള കാര്യങ്ങളുണ്ടാവും, സന്തോഷമുള്ള കാര്യങ്ങളുണ്ടാവും. നമ്മൾ ഏതിന് പ്രയോറിറ്റി കൊടുക്കുന്നു എന്നുള്ളതിലാണ് ഇരിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ സന്തോഷങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ലൈഫിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾക്കാണ് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് ഒബ്വിയസ്ലി ബ്യൂട്ടിഫുൾ ആയിരിക്കും. സോ എൻ്റെ കാഴ്ചപ്പാടിലാണ് എൻ്റെ ലൈഫ് ബ്യൂട്ടിഫുൾ ആണോ ഇല്ലയോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. സോ എൻ്റെ ലൈഫ് ബ്യൂട്ടിഫുൾ തന്നെയാണ്. നമ്മൾ പറയുന്ന കണക്ക് ഇപ്പം നമുക്ക് ഇഷ്ടമുള്ളൊരു വണ്ടി എടുത്തിട്ട് ആ വണ്ടി നമുക്കൊരു 8 വഴി അല്ലെങ്കിൽ ഒരു 4 വരി പാതയിൽ മാത്രം ഓടിച്ചിട്ട് കാര്യമില്ല. ഇടയ്ക്കൊക്കെ ചിലപ്പോൾ കട്ടറിൽ വീഴും, ചിലപ്പോൾ നമുക്ക് ഓഫ് റോഡിൽ പോകാൻ തോന്നും. അറ്റ് ദി സെയിം ടൈം ലൈഫ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു റോഡ് പോലെ തന്നെയാണ്. അത് പല കൈൻഡ് ഓഫ് റോഡ്സ് ഉണ്ട്, അതിലൂടെയൊക്കെ നമ്മൾ പോവുക, അത്ര തന്നെ. അപ്പം വിഷമങ്ങൾ ഉണ്ടായപ്പോ പോലും ഒരിക്കൽ പോലും അങ്ങനത്തെ ഒരു എന്നുള്ളൊരു ഫീൽ വന്നിട്ടേ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാനൊരു പച്ചയ മനുഷ്യനാണ്. കാരണം എനിക്ക് എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. എനിക്ക് എല്ലാ കൈൻഡ് ഓഫ് ഇമോഷൻസും ഉണ്ട്. എനിക്ക് സന്തോഷം വരും, വിഷമം വരും, പിന്നെ അസൂയ വരും, ദേഷ്യം വരും, പിന്നെ ഫ്രസ്ട്രേഷൻ വരും, സ്ട്രെസ് ഉണ്ടാവും. സോ ഇതെല്ലാം കൂടെ ഉള്ളൊരു മിക്സ്ചറാണ് എൻ്റെ ലൈഫല്ല എല്ലാവരുടെ ലൈഫും. സോ ഓരോ ഇമോഷനെയും ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കത്തില്ല. ഞാൻ കൺട്രോൾ ചെയ്യാൻ തോറും എൻ്റെ ഫ്രസ്ട്രേഷൻ കൂടും. ചിലപ്പോൾ ഫ്രസ്ട്രേഷൻ ആയിരിക്കും എന്നെ ദേഷ്യത്തിലേക്ക് എത്തുന്നത്. പലരും ചിലപ്പം റോബിൻ ഭയങ്കര അഗ്രസീവാണ്, ഭയങ്കര ദേഷ്യക്കാരനാണെന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ പിന്നിലുള്ള സ്റ്റോറി, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ദേഷ്യക്കാരൻ, ഷോർട്ട് ടെമ്പേർഡ് ആയി എന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല. കാരണം കുട്ടിക്കാലം മുതലേ എനിക്ക് എല്ലാ രീതിയിലും ഞാൻ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ എന്നിരുന്നാലും ചില സമയത്ത് എനിക്ക് ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ സ്ട്രെസ് എൻ്റെ ലൈഫിലേക്ക് എങ്ങനെയോ കടന്നു വന്നു. ആ കുട്ടിക്കാലത്തുണ്ടായിരുന്ന എൻ്റെ ഫ്രസ്ട്രേഷൻ ആണ് പിന്നീട് എനിക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഷോർട്ട് ടെമ്പേർഡ് എന്നുള്ള കാര്യത്തിലേക്ക് വന്നത്. പക്ഷേ ഈ ഷോർട്ട് ടെമ്പേർഡ് ആണെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞാൽ ഞാനങ്ങ് കൂളാവും. മനസ്സിലാക്കുന്ന ഒരാളല്ല. കാരണം എനിക്ക് ആരോടെ റിവെഞ്ചും ഇല്ല, കാര്യങ്ങളും ഇല്ല. കാരണം പലരും ചോദിക്കുന്നുണ്ട്, ഇത്രയും എൻ്റെ ലൈഫിലേക്ക് പലതും ചെയ്തിട്ടും എന്തുകൊണ്ടാണ് അവരുടെ അടുത്ത് ഒരു ദേഷ്യം വരികയില്ല. പക്ഷെ അതൊക്കെ അവരുടെ കാര്യമാണ്. ഇപ്പൊ ഞാൻ ഒരാളുടെ ലൈഫിലേക്ക് ഇടിച്ച് കയറി ചെന്ന് ഒരാളിനെ പറ്റി മോശമായിട്ട് പറയാനോ അല്ലെങ്കിൽ അയാളുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ ഞാൻ ശ്രമിക്കാറില്ല. അൺലെസ് എന്നെ ഇങ്ങോട്ട് വന്ന് എന്തെങ്കിലും ചൊറിയാനോ പ്രൊവോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് എന്നെ എന്തെങ്കിലും ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ തിരിച്ച് റിയാക്ട് ചെയ്യുന്ന എൻ്റെ നേച്ചറാണ്. മനസ്സിലായില്ലേ? കാരണം ഞാൻ 2023 പഠിച്ചൊരു പാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളായിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ എന്നെ മലയാളികൾ കൂടുതലും അറിയാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ഞാനെന്ന് പറഞ്ഞ വ്യക്തി അറിയാൻ തുടങ്ങിയത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിലാണ്. സോ അതിൽ 24/7 കണ്ടവർക്ക് പലർക്കും ഞാൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, എൻ്റെ മാനറിസം എന്താണ്, എൻ്റെ ക്യാരക്ടർ എന്താണ്, എൻ്റെ ഇമോഷൻസ് എന്താണ്, ഇതെല്ലാം കണ്ട ഒരുപാട് പേരുണ്ട്, ഇത് കാണാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം ഈ കണ്ട ആൾക്കാർക്ക് അറിയാം ഞാൻ അതേപോലെ തന്നെയാണ് പുറത്ത് വന്നിട്ട് എന്ത് ചെയ്യുന്നത്, റിയാക്ട് ചെയ്യുന്നത്. പക്ഷെ ഇത് കാണാത്ത ഒരുപാട് പേർക്ക് ഇതെന്താ ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്യുന്നത്, അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാളാണല്ലോ, എന്തുകൊണ്ടാണ് ഇയാൾ നല്ലവനായി ഉണ്ണിയായിട്ട് നിൽക്കാത്തത്, എന്തുകൊണ്ടാണ് ഇയാളായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് പലർക്കും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. മനസ്സിലായില്ലേ? അപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
പോസിറ്റീവ്സും ഒരുപാട് പോസിറ്റീവ്സും കുറച്ച് നെഗറ്റീവ്സും ഉള്ള ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. ഞാനൊരു ക്രിമിനൽ ക്രൈമോ അല്ലെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങളോ ഒന്നും ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടില്ല. എൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നം ഇന്നേ വരെ ഒരു മെയിൻ സ്ട്രീം ന്യൂസ് ചാനലൊന്നും വന്നിട്ടില്ല. ഈ ചെറിയ സോഷ്യൽ മീഡിയയിലുള്ള ഗോസിപ്സ് ഉള്ള ആ ഒരു കോളത്തിൽ മാത്രം അല്ലെങ്കിൽ വീഡിയോയിൽ മാത്രം നിൽക്കുന്ന രീതിയിൽ പലരും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതല്ലാതെ ഞാൻ അങ്ങനെ വലിയ ക്രൈംസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് എന്നെ വിശ്വാസം ഉള്ളിടത്തോളം കാലം, ഞാൻ എന്നെ ബിലീവ് ചെയ്യുന്നിടത്തോളം കാലം എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ തെറ്റുകൾ ചെയ്യും, മനുഷ്യനാകുമ്പോൾ തെറ്റുകൾ ചെയ്യും എന്നും പറഞ്ഞ് ഭയങ്കര വലിയ തെറ്റുകളൊന്നും ചെയ്ത ഒരു മനുഷ്യരൊന്നും അല്ല ഞാൻ. സോ അപ്പൊ എനിക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അത് എന്റെ റൈറ്റ് ആണ്. ഞാൻ അങ്ങനെ തന്നെ ജീവിച്ച് മരിക്കും. ഓക്കെ. അപ്പൊ ഈ ഒരു റോബിന്റെ അതായത് ഈ വർഷത്തെ 2023 ഒരു പ്രൊഫൈൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്, ഒരു പ്രൊഫൈൽ വീഡിയോ. നമുക്ക് അതൊന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ. എങ്ങനെയുണ്ട് ഈ പ്രൊഫൈൽ വീഡിയോ? നന്നായിട്ടുണ്ട്. കാരണം പെട്ടെന്ന് 2023 ഇങ്ങനെ ഒരു ഫ്ലാഷ് കണക്ക് പോയ കണക്ക് തോന്നി. അല്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം കഴിഞ്ഞ വർഷത്തെ 2022 പക്ഷേ സാരമില്ല, അതും കാണാനിടയായല്ലോ. എന്തായാലും നല്ലൊരു പ്രൊഫൈൽ വീഡിയോ, നല്ല സ്റ്റൈൽ, നല്ലൊരു ചുള്ളനായിട്ട് ഇരിക്കണ്ടല്ലേ ഗേൾസിന്റെ രീതിയിൽ പറഞ്ഞാൽ. അല്ല, അങ്ങനെയില്ല. ഇപ്പൊ ഞാൻ ഈ ഭംഗി എന്ന് പറയുന്നത് അപ്പിയറൻസിൽ കൊടുക്കുന്ന ഒരാളല്ല. എനിക്ക് കുറച്ചൊക്കെ ഞാൻ അപ്പിയറൻസിന് കൊടുക്കും. പക്ഷെ എന്നിരുന്നാലും കുറച്ചൊക്കെ അപ്പിയറൻസിന് കൊടുക്കുമെങ്കിലും ഞാൻ കൂടുതലും കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എനിക്ക് മനസ്സമാധാനം ഫീൽ ചെയ്യുന്ന എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്ന കാര്യം. മനസ്സിലായി? അത് എന്ത് കാര്യമാണെങ്കിലും, അതെന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും, അത് എന്ത് കാര്യം എനിക്കൊരു ഇന്നർ പീസ്, എനിക്കൊരു മനസ്സമാധാനം തരുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം, ഇപ്പൊ ഈ ഒരു സെറ്റ് ഇവിടെ എല്ലാം എനിക്ക് പോസിറ്റീവായിട്ട് ഭയങ്കര ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു മനസ്സമാധാനം തരുന്ന ഒരു എൻവയോൺമെന്റ് ആണ് എനിക്കിപ്പോൾ ഇവിടെ ഉള്ളത്. സോ ഐ ഫീൽ ഹാപ്പി. അപ്പം അതുകൊണ്ട് ഈ ഒരു എന്താ പറയുക, നിങ്ങളുടെ ഈ ക്രൂവും എല്ലാവരും എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് തോന്നുന്നത്. ഓക്കെ. അപ്പൊ ഇനി ഇത് പറയും, ഈ ലൈഫിൽ ഏറ്റവും മനോഹരമായിട്ടുണ്ട് ഉള്ള ഒരു കാര്യം അതെന്താ തോന്നണേ? എൻ്റെ ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എൻ്റെ ലൈഫ് തന്നെയാണ്. എൻ്റെ ലൈഫ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പം നിങ്ങളിപ്പോൾ ഇവിടെ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യുന്നതും ഈ ഒരു കാര്യത്തെ പറ്റി ചോദിക്കുന്നതെല്ലാം. ഇപ്പം എനിക്ക് ഈ ലൈഫ് തന്നത് എൻ്റെ പാരൻസ് ആണ്, ദൈവമാണ്. മനസ്സിലായി? സോ അത് ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കും. കാരണം കുട്ടിക്കാലത്താണെങ്കിലും എനിക്ക് ഒരു കുറവും വരുത്താതെയാണ് എൻ്റെ പാരൻസ് എന്നെ വളർത്തിയിട്ടുള്ളത്. അല്ല, എനിക്കൊരു അനീതിയുണ്ട്. പുള്ളിക്കാരി ഇപ്പം ലിവർപൂളിലാണ്, കല്യാണം കഴിഞ്ഞ് പോയി. അപ്പം എന്നിരുന്നാലും ലൈക്ക് എന്താ പറയാ, ചില സാഹചര്യങ്ങളിൽ ചിലപ്പം എനിക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എനിക്കറിയത്തില്ല, ഞാൻ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിപ്പോയതാണ്. ചിലപ്പോൾ ഇൻട്രോവേർട്ട് ആയതായിരിക്കും. ചിലപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ മുകളിലൊക്കെ ഇനോഗ്രേഷൻ്റെ മുകളിൽ ചെന്ന് ഇങ്ങനെ അലറി വിളിക്കുമ്പോഴേക്കും ആലോചിക്കും, ഈ മനുഷ്യൻ ഇൻട്രോവേർട്ട് ആണോ? ബേസിക്കലി ഞാൻ കുറച്ച് ലോൺലെസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഒറ്റയ്ക്ക് താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഒറ്റയ്ക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ദൈവമേ, അവസാനം ആരതിനെ കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആരതി എനിക്ക് ഒറ്റയ്ക്ക് അല്ല, ഞാൻ അതിലേക്ക് പറയണം. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ആരതി എന്റെ ലൈഫിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം എനിക്ക് ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞൊരു സംഭവമേ ഫീൽ ചെയ്യുന്നില്ല. അപ്പം ഞാൻ ചില സമയത്ത് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ കുറച്ചു നേരം ഒന്ന് വെറുതെ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. മനസ്സിലായി? ആരെങ്കിലും ഓക്കെ, എനിക്ക് എപ്പോഴും എന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനും അല്ലെങ്കിൽ ഒരു കമ്പാനിയൻ വേണമെന്ന് എപ്പോഴും ഞാൻ ആഗ്രഹിക്കാറുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ അധികം ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നും ലൈഫിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ ഒരു ബെസ്റ്റ് ഫ്രണ്ടേ ഉള്ളൂ, ഡോക്ടർ വൈശ. പുള്ളിക്കാരാണെങ്കിൽ ഡോക്ടറാണ്, എപ്പോഴും ബിസിയാണ്, പുള്ളിക്കാരൻ്റെ ലൈഫായിട്ട് പുള്ളിക്കാരൻ ഇതാണ്. അപ്പം ഞാൻ അങ്ങനെ എല്ലാവരും പെട്ടെന്ന് ഫ്രണ്ട്ലി ആവുന്ന ഒരു ടൈപ്പും അല്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് പൊടി എൻ്റെ ലൈഫിലേക്ക് വരുന്നത്. പിന്നെ പൊടിയുടെ ഫ്രണ്ട്സ് ആണ് എൻ്റെ ഫ്രണ്ട്സ്. പിന്നെ എല്ലാം ലൈഫ് ടോട്ടലി മാറി. മനസ്സിലായില്ലേ? അപ്പം
ആരതി ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണല്ലേ? ആരതി ഭയങ്കര എന്ന് വെച്ചാൽ നിങ്ങൾ കാണുന്ന ഒരു ആരതി അല്ല ഞാൻ കാണുന്നത്. നിങ്ങൾ കാണുന്ന ആരതി എന്ന് പറയുന്നത് അതൊരു എൻ്റെ ഡിഫറെന്റ് ആണ്. ബാക്കി ഇപ്പൊ പറയണ്ട, ബാക്കി ഞാനൊരു സെഗ്മെന്റ് നമുക്ക് ആരതി മയമാക്കാമ്പോൾ ആ സെഗ്മെന്റിൽ ആരതിയെ കുറിച്ച് പറയാം. ഇനി നമുക്ക് ഈ 2023 ഇപ്പൊ നമ്മൾ ഇതേ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇപ്പോൾ ഈ ഒരു വൈൻഡ് അപ്പ് ചെയ്യുമ്പം റോബിന് ഈ എന്താ പറയാ 2023 ഒരുപാട് സന്തോഷങ്ങളും കുറച്ച് വിഷമങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. നമുക്ക് മന്ത് ബൈ മന്ത് എടുത്തു കഴിഞ്ഞാൽ തന്നെയും റോബിനെ ഷെയർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. റോബിൻ മനസ്സിൽ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നേടിയെടുത്തു. അങ്ങനത്തെ അതൊക്കെ ഒന്ന് പറയും. ആദ്യം നമുക്ക് ജാനുവരിയിൽ തന്നെ തുടങ്ങാം. ബ്രീഫായിട്ട് പറയാം. ഞാൻ കഴിഞ്ഞ വർഷത്തെ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ദുബൈയിൽ വെച്ചിട്ടായിരുന്നു. സോ അപ്പോൾ അവിടെ ഒരു കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം കുറേ ഫങ്ഷൻസ് ഇനോഗ്രേഷൻസ് എല്ലാം ജനുവരി ഉണ്ടായിരുന്നു. ഫെബ്രുവരിയിൽ എൻ്റെ എൻഗേജ്മെന്റ് ആയിരുന്നു. സോ എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം തൊട്ടാണ് ആക്ച്വലി കോൺട്രവേഴ്സീസ് ഗ്രാജുവലി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു പലരും ചിലപ്പോൾ നമ്മുടെ കല്യാണം പോലും ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്ത് കാണത്തില്ല. ഇത് കല്യാണം എങ്ങനെയാണെന്ന് ഒന്നും ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്ത് കാണത്തില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് അതൊരു എന്തായിരുന്നു, ഒരു എന്താ പറയുക, ഒരു തിരിച്ചടിയായിരുന്നു. അതെ. അപ്പം ആ സമയം തൊട്ടേ പലരും പ്രൊവോക്ഡ് ആയിട്ട് പലരും പല രീതിയിൽ അൺനെസസറി ആയിട്ടുള്ള കോൺട്രവേഴ്സിയിൽ പുള്ളിക്കാരിനെ വലിച്ചഴിക്കുന്നുണ്ടായിരുന്നു. കാരണം എന്നെ വലിച്ചഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രൊവോക്ഡ് ആവില്ല എന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, അത് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് പല രീതിയിലുള്ള നമുക്ക് പേഴ്സണലി അറിയാവുന്ന പല പ്രൊവോക്കേഷൻസും ഉണ്ടായിരുന്നു. കാരണം ഇത് പലർക്കും പബ്ലിക്കലി അറിയത്തില്ല. കാരണം ഞാൻ വന്ന പബ്ലിക്കലി ഇതാണ് ഇങ്ങനെയാണെന്ന് കൂടുതൽ പറയാൻ പോകത്തില്ല, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ കുറേ പ്രൊവോക്കേഷൻ്റെ എക്സ്ട്രീം എത്തിയ സമയത്ത് ഒരു പ്രാവശ്യം ഞാൻ ആലുവയിൽ ഒരു കോളേജിൽ പോയ ടൈമിൽ ഞാൻ ഭയങ്കര ലൗഡായി, ഭയങ്കര അഗ്രസീവായി. അപ്പോൾ മീഡിയാസ് വന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ റെസ്പോണ്ട് ചെയ്ത രീതി ഭയങ്കര അഗ്രസീവ് ആയിരുന്നു. അപ്പോൾ ആ ടൈമിൽ സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം എൻ്റെ ബേസിക് നേച്ചർ ഞാൻ അങ്ങനെ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള പലപ്പോഴും ഇതുപോലെ ഇപ്പൊ പറഞ്ഞില്ലേ പെട്ടെന്നായിരിക്കും അഗ്രസീവ് ആയിട്ട് ഓരോ റിയാക്ട് ചെയ്യണത്. അപ്പൊ എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ, അയ്യോ ഞാൻ ഇക്കാര്യം പറഞ്ഞത് തെറ്റിപ്പോയി, ഞാൻ പറയരുതായിരുന്നു? അതാ പറഞ്ഞ ഞാൻ ആ പറഞ്ഞ കാര്യങ്ങള് ഐ മീൻ അവിടെ വെച്ച് അത്രയും ഒരു കോളേജിൽ അത്രയും ലൗഡ് ആവാൻ പാടില്ലായിരുന്നു എന്നുള്ളത് ഞാൻ പിന്നെ റിയലൈസ് ചെയ്യുന്നത്. പിന്നെ അത് റിയലൈസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു കുറ്റബോധം ഉണ്ടായി. ഞാൻ പല സ്ഥലത്തും പറഞ്ഞു ഞാൻ അത് ആക്ച്വലി അങ്ങനെ റിയാക്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം എൻ്റെ പേഴ്സണൽ ഇഷ്യൂസ് ആയിരുന്നു. അതൊരു പബ്ലിക് ഒരു സ്ഥലത്ത് വന്ന്, അത് ഒരു കോളേജ് പോലത്തെ ഒരു സ്ഥലത്ത് വന്ന് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് ഞാനത് പറഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ കോളേജിൽ പോയപ്പോഴാണ് പോർഷെ പനമേര എന്ന് പറഞ്ഞൊരു സംഭവം വന്നത്. കാരണം ഞാനൊരു നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനാണ്. അപ്പം ഞാൻ ഭയങ്കര റിച്ച് ഒന്നും അല്ല. അപ്പം പടികളായിട്ട് ഇങ്ങനെ ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. അപ്പം എനിക്ക് കാറ് ക്രേസ് ഉള്ള ഒരാളാണ്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ക്രൂസ് ആയിരുന്നു. ഓക്കെ, അത് സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസിന് ശേഷം ഒരു കൊക്കയിൽ ആക്സിഡന്റ് പറ്റി വീഴാൻ പോയപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത്, ശരി ആ വണ്ടി ശരിയാക്കാൻ ഒരു 6 months എടുക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അടുത്തൊരു വണ്ടിയിലേക്ക് നോക്കുന്നത്. ഒരു യൂസ്ഡ് ഒരു BMW എടുക്കേണ്ടി വന്നു. അപ്പം അത് സത്യം പറഞ്ഞാൽ സാഹചര്യത്തിൽ പുറത്താണ് ഞാൻ എടുത്തത്. കാരണം അല്ലെങ്കിൽ ഞാൻ ക്രൂസ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ആ ഒരു BMW എടുത്തത് സത്യം പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് പ്രീമിയം കാറാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പം അത് എന്നെപ്പോലെ ഒരു സാധാരണക്കാരൻ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊണ്ട് മേടിക്കുന്ന ഒരു കാറാണ്. അപ്പോൾ ആ ഒരു സംഭവം ഞാൻ കറക്റ്റായിട്ട് EMI അടയ്ക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അതിനെയും കൂടെ ഒരു കോൺട്രവേഴ്സി, ആ വണ്ടീനെ കൂടി ഒരു കോൺട്രവേഴ്സിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയി. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഔട്ട് ബെസ്റ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഞാൻ ആലോചിച്ചു എന്തിനാണ് പിന്നീട് ഈ പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്, അതിൻ്റെ ഒരു ആവശ്യം ഇല്ലായിരുന്നല്ലോ എന്ന് ഞാൻ എന്ത് ചെയ്തു, ആ സമയത്ത് ചിന്തിച്ചിരുന്നു. അപ്പം പിന്നീട് വേറൊരു കാറ് മേടിക്കാൻ ഇടയായി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അതിനിടയ്ക്ക് ഒരു കാറ് മേടിച്ചു. ഞാൻ ഒരു ലാൻഡ് റോവർ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. കാരണം എനിക്കൊരു SUV ഞാൻ ഇതുവരെയായിട്ട് ഓടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കത് ഒരെണ്ണം മേടിച്ചൊന്ന് എങ്ങനെ ഉണ്ടെന്നൊന്ന് അറിയണമെന്നുണ്ടായിരുന്നു ആ ഒരു വണ്ടി മേടിച്ചിട്ട്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഈ പനമേര എന്ന് പറഞ്ഞിട്ട് അതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ കൂടെ അതും കൂടെ കണ്ടിട്ട്. അത് മാത്രമല്ല, ലാൻഡ് റോവർ ഉണ്ട് എനിക്ക്, ഞാൻ റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങിയതാ. അടുത്തൊരു വണ്ടി ഓൺ ദ വേ, പോർഷെ പനമേര. They tell me that I'm never gonna make it. They want me to do something that could make sense. They hate when I keep dreaming I'll be famous, but I don't give a fuck, I'ma keep chasing. I got all this potential that's deep inside of me, but they hate when you're successful cause they try to be. They sit there being judgmental because you're trying things, and they just want you to settle and do the right thing. So get a good job, don't slack off. Wake up every morning, make a good impression on your boss. Don't do anything that I wouldn't do, and when you're making money, make sure you don't spend it too soon. Fuck that, I'll do what I wanna do. I got a different path from everyone and that includes you. Who are you to tell me how to live life? In these times it feels like nobody's right, yeah. So I'ma figure out what else we succeed, and then invest all of my time into that and proceed. I need whatever the hell could make me happy. ഓക്കെ,
എനിക്ക് ആ വീഡിയോ കാണുമ്പോ കയ്യിലെ അതാണ് എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയത്. അത് ഞാൻ സ്വന്തമാക്കി എന്നുള്ള ഒരു ഇത്. കാരണം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എനിക്ക് ഞാൻ ആ ഒരു ജേർണി പറഞ്ഞുതരാം, അപ്പം കറക്റ്റായിട്ട് മനസ്സിലാവും. ആ ഒരു മാർച്ച് ടൈമിൽ സിവിയർ ഡീഗ്രേഡേഷൻ ഇത് നടന്നുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ സിവിയർ ഡീഗ്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയ്ഡ് ആയിട്ട് പലരും എന്ത് ചെയ്യുന്നുണ്ട്, ഫേക്ക് അക്കൗണ്ട്സ് എന്നൊക്കെ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു കുറച്ച് പേര് പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണെന്ന്. ശത്രുക്കൾ നന്നായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരു എന്താ പറയുക, അറിയപ്പെടുന്ന ഒരാളാവുന്ന അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ചിരുന്ന ഒരു ഇടത്തിലേക്ക് നമ്മൾ എത്തുന്ന. ബേസിക്കലി നമ്മളെല്ലാവരും എന്താ ആഗ്രഹിക്കുന്നത്, ഒരുപാട് പേര് നമ്മൾ ഇഷ്ടപ്പെടണം, ഒരുപാട് പേരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, ഒരുപാട് പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് തന്നെയാണ് എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹം അല്ലേ, നമ്മൾ ഒരുപാട് പേരിലേക്ക് അറിയപ്പെടണം. സോ അപ്പം ഇത് പെട്ടെന്ന് ഒരു 70 ദിവസം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഒരാൾക്ക് കിട്ടുമ്പോഴത്തേക്ക് പലർക്കും ചിലപ്പോൾ അതിലെന്തുണ്ടാവും, അസൂയ ഉണ്ടാകാം. മനസ്സിലായില്ലേ? അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരു എന്താ പറയുക, ഒരു കുറച്ച് പേരുടെ പ്ലാനിങ് ആണ് ആക്ച്വലി ഡീഗ്രേഡ് ചെയ്യുക. അത് ഞാൻ ആരാന്നൊന്നും പറയുന്നില്ല. പക്ഷെ അത് റോബിന് അറിയാമോ ആരൊക്കെയാണ്? എനിക്കറിയാം എല്ലാ കാര്യങ്ങളും അറിയാം. പിന്നെ ഞാനത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പിന്നെ നമുക്ക് ശത്രുക്കൾ ഉണ്ടാവുന്ന ഒരു വിധത്തിൽ നല്ലത് തന്നെയാണ്. കാരണം നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ, നമ്മൾ ഹൈറ്റ്സിലേക്ക് പോകുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് എന്തുണ്ടാവും, ഇതേപോലെ ശത്രുക്കളുണ്ടാവും. സോ നമ്മുടെ ശത്രുക്കൾ എന്തുമാത്രം സ്ട്രോങ് ആവുന്നു, എത്രമാത്രം വലുതാവുന്നു, അതിനനുസരിച്ച് നമ്മൾ റീച്ചിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഹൈറ്റ്സിലേക്ക് പോകുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ആ ഡീഗ്രേഡിങ് വന്നപ്പോൾ എൻ്റെ പ്രൊഫൈലൊന്ന് ലോ പ്രൊഫൈലാക്കി വെച്ചു. കാരണം ഞാൻ ഡീഗ്രേഡിങ് നടക്കുന്ന സമയത്ത് തിരിച്ച് വീണ്ടും ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ പ്രൊഫൈൽ താഴോട്ട് പോകും. മനസ്സിലായില്ലേ? വീണ്ടും ഡീഗ്രേഡിങ്ങിലേക്ക് പോകും. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് പ്രൊഫൈൽ ലോ ആയിട്ട് വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു പോപ്പുലർ ഫേസ് ഓഫ് ദി ഇയർ അവാർഡ് കിട്ടി ദുബൈയിൽ വെച്ചിട്ട്. സോ അപ്പം അത് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. കാരണം എനിക്കൊരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് ലൈം ലൈറ്റിൽ നിൽക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലൈം ലൈറ്റിൽ നിന്നത് കാരണം എനിക്ക് ആ ഒരു അവാർഡ് കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഇയർ തുടങ്ങുന്ന സമയത്താണ് എനിക്ക് ഐൻസ്റ്റൈൻ വേൾഡ് റെക്കോർഡ് കിട്ടിയത്. കാരണം സെലിബ്രിറ്റീസിൽ ഏറ്റവും കൂടുതൽ ഫാൻസിന്റെ കൂടെ ഏറ്റവും ലിമിറ്റഡ് ടൈമിൽ ഏറ്റവും കൂടുതൽ സെൽഫീസ് എടുത്ത ഒരാളെന്നുള്ള രീതിയിൽ അല്ല, അത് പ്ലാൻഡ് അല്ല. അതൊക്കെ ഞാൻ സത്യം ഞെട്ടിപ്പോയി. ഇതൊക്കെ എന്താണ് ഇങ്ങനെയും റെക്കോർഡ്സ് ഉണ്ടോ എന്നുള്ളത് ഞാൻ ചിന്തിച്ചു പോയി. മനസ്സിലായില്ല? കാരണം ഞാൻ ദുബൈയിൽ വരുന്നതായിട്ട് അറിയുന്നു. അപ്പോൾ അവരെന്നെ കോൺടാക്ട് ചെയ്യുന്നു. അപ്പോൾ ആദ്യം കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ സംഭവം, ഇത് ഉള്ളതാണോ? പിന്നീടാണ് അറിയുന്നത് അവരെല്ലാവരും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാരും അറബ്സും എല്ലാവരും ഇൻക്ലൂഡഡ് ആയിട്ടാണ് എന്ത് ചെയ്തത്, ആ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ തന്നത്. കാരണം അവിടുത്തെ ഒരു എനിക്കൊന്ന് ഫേമസ് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി, ഒരു എന്താ പറയുക, ഒരു അറബാണ് എനിക്കത് എന്ത് ചെയ്തത്, ആ അവാർഡ് എനിക്കതിൽ ആ ഐൻസ്റ്റൈൻ വേൾഡ് റെക്കോർഡ് എന്നുള്ള സംഭവം തരുന്നത്. അപ്പം അതൊക്കെ സത്യം പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്ത് കിട്ടുന്ന ഒരു കാര്യങ്ങളല്ല. മനസ്സിലായില്ലേ? അപ്പം അതൊന്ന്. രണ്ടാമത്തെ കാര്യം, പോപ്പുലർ ഫേസ് ഓഫ് ദി ഇയർ അവാർഡ് എനിക്ക് കിട്ടണം എന്ന് ആഗ്രഹിച്ചിരുന്നു ഞാൻ. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർഷം നിൽക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ കോൺട്രവേഴ്സിയിൽ ചെന്ന് പെട്ടുപോകും, ചിലപ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. കാരണം ഞാൻ ഒരു സ്ഥലത്ത് നല്ലവനായ ഉണ്ണിയാണ്, ഞാൻ പെർഫെക്റ്റ് ആണ്, ഞാൻ ഓക്കെയാണ്, ഞാൻ നല്ലൊരു വ്യക്തിയാണ് എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം എല്ലാം പോസിറ്റീവും നെഗറ്റീവും ഉള്ളൊരു സാധാരണ വ്യക്തിയാണ് ഞാൻ. അപ്പം എല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്യും. കാരണം അതെന്ന് പറഞ്ഞ് എന്നെ ആരും തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല. ഇപ്പം നിങ്ങൾക്കിപ്പം എന്നെ ആ രീതിയിലാണ് ജഡ്ജ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് അപ് ടു യു. എനിക്കിപ്പോൾ എല്ലാവരെയും എന്നെ ഇഷ്ടപ്പെടുത്തിക്കാൻ പറ്റത്തില്ല. എന്നെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ. അതിപ്പം ഇത്ര പേര് എന്നെ ഇഷ്ടപ്പെടണം അതൊന്നുമില്ല. അതിപ്പോൾ ഒരാളാണെങ്കിലും കുഴപ്പമില്ല. ഇനി ആരും ഇല്ലെങ്കിലും എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഞാൻ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ എന്തൊക്കെയുണ്ടോ അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ്. അതുകൊണ്ടാണ് എനിക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. സോ ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം ഞാൻ പിന്നെ അടുത്തത് ആലോചിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബൈയിൽ ഗോൾഡൻ വിസ കിട്ടുന്ന ഒരു കാര്യം. അപ്പം ഞാൻ ഈ പോപ്പുലർ ഫേസ് ഓഫ് ദി ഇയർ അവാർഡ് മേടിച്ച ടൈമിൽ എനിക്ക് ഗോൾഡൻ വിസയ്ക്ക് വേണ്ടി ഇഷ്യൂ ചെയ്തായിരുന്നു. ആക്ച്വലി 14 ഡേയ്സിൽ തന്നെ അത് സാങ്ഷനായി. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഒരാഴ്ച ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് മേടിച്ചുകൊണ്ട് പോകാം. അപ്പോൾ എനിക്ക് റിട്ടേൺ ടിക്കറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ വന്നിട്ട് ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞാൽ ഞാൻ മടി കാരണമാണ് ഞാൻ പോകാതിരുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഒരു പ്രൊഫൈലൊന്നും ലോ പ്രൊഫൈൽ ആക്കി വെച്ചതുകൊണ്ട് പിന്നെ കുറേ പേര് ഹേറ്റേഴ്സ് പറഞ്ഞു തുടങ്ങി, ഇതേപോലെ റോബിന് ഗോൾഡൻ വിസ റിജക്റ്റ് ആയി, റോബിന് കിട്ടത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പിന്നെ എന്തോ റോബിന് എന്തോ ട്രാവൽ ബാൻ ഉണ്ടെന്നോ എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇതൊക്കെ എന്താണ് പ്രശ്നം? എല്ലാവരും എന്തിനാ മറ്റുള്ളവർ പറയുന്ന ഈ കമന്റ്സ് മറ്റുള്ളവർ ഞാൻ പറയട്ടെ ഇതെന്ന് പറയുന്നത് ഒരു ഔട്ട്ലൈൻ എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ അറിയുന്നുള്ളൂ. ഇതിന്റെ ഇൻഡെപ്ത് ആയിട്ട് പോയിട്ട് ഞാൻ എന്റെ കമന്റ് ആണ് എന്താ ആരാ പറഞ്ഞതെന്ന് ഞാൻ അറിയുന്നില്ല. കാരണം എനിക്കൊരു ക്ലോസ് ആയിട്ടുള്ള 1-2 പേരെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് എന്റെ ഫോൺ നമ്പർ ആകെ ഒരു 10-20 പേർക്കേ ഉള്ളൂ. കാരണം ഒരുപാട് പേർക്ക് കൊടുത്തിട്ടില്ല. ഈ പറഞ്ഞ ആൾക്കാരുടെ അടുത്തും എൻ്റെ അടുത്ത് നെഗറ്റീവ് കാര്യങ്ങൾ പറയരുത്. പിന്നെ ലൈക്ക് എന്താ പറയാ, അത്രയും വലിയ തെറ്റൊന്നും ഞാൻ ചെയ്യുന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചിലരുടെ അടുത്ത് ഞാൻ 1-2 പേരുടെ അടുത്ത് എന്താണ് സോഷ്യൽ മീഡിയ നടക്കുന്നതെന്ന് അനലൈസ് ചെയ്ത് എൻ്റെ അടുത്ത് പറയണമെന്ന് പറയും. എന്നാലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ പറ്റും. ഇങ്ങനെ നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള കമന്റ്സ് കേൾക്കുമ്പോഴേ അപ്പൊ അവർക്കൊരു ചുട്ട മറുപടി കൊടുക്കാന്നുള്ള രീതിയിൽ അപ്പം ഓക്കെ ഞാൻ എന്താന്ന് നിന്നെ പ്രൂവ് ചെയ്ത് കാണിക്കാം, അങ്ങനെ ഒരു തോന്നലുണ്ടാവാറുണ്ടെങ്കിൽ പറയാം. ഞാൻ എന്താണ് ഇതിപ്പം എനിക്ക് അങ്ങനെ ഒരു കമന്റ് കാണുമ്പോഴത്തേക്ക് അവൻ കമന്റ് ചെയ്യുന്നില്ല, കുഴപ്പമില്ല, കമന്റ് ചെയ്തിട്ട് പോട്ടെ. പക്ഷെ എന്റെ മനസ്സിൽ ഞാൻ പച്ചത്തറി വിളിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ എനിക്കതൊരു പബ്ലിക്
എനിക്ക് അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ട് വന്നിരുന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൽ വന്നിരുന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിൽ ചീത്ത വിളിക്കാറുണ്ട്. ഞാൻ അത് ഓപ്പൺ ആയിട്ട് പറയുന്നത്, കാരണം എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ പറയാം, അതൊക്കെ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ ഞാൻ അത് കാണുന്നത് എല്ലാം കാണത്തില്ല, ഏതെങ്കിലും റാൻഡമായിട്ട് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എനിക്ക് ദേഷ്യം വരും. കാരണം ഞാൻ അവന്റെ ജീവിതത്തിൽ പോയിട്ട് അനാവശ്യമായിട്ട് പോയി ഒന്നും പറയാനോ ചെയ്യാനോ പോകുന്നില്ല. അവന്റെ ലൈഫിൽ അവൻ ഫ്രസ്ട്രേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് എന്റെ കമന്റ് സെക്ഷനോ അല്ലെങ്കിൽ എന്നെ പറ്റി പറഞ്ഞിട്ടല്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവൻ പറഞ്ഞിട്ട് പോട്ടെ എന്ന് പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല. ഉറപ്പായിട്ട് എന്റെ മനസ്സിൽ എന്ത് ചെയ്യും, ഞാൻ നല്ല രീതിയിൽ ചീത്ത വിളിക്കും. മനസ്സിലായില്ലേ? അത് ഞാൻ അപ്പം അത് എന്റെ നേച്ചറാണ് അങ്ങനെ, മനസ്സിലായില്ലേ? പക്ഷെ അത് പബ്ലിക്കലി വന്ന് എന്ത് ചെയ്യും, അത് പ്രൂവ് ചെയ്യാനായിട്ടാണ് ഓക്കെ ശരി ഞാൻ എന്നാ പോയിട്ട് ഗോൾഡൻ അല്ല ഞാൻ വിചാരിച്ചത് എന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്ന് ഹാർഡ് വർക്ക് ചെയ്യുക, സ്മാർട്ട് വർക്ക് ചെയ്യുക എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എന്ന് വെച്ചാൽ ലൈക്ക് ഇപ്പൊ ഞാൻ 32ാമത്തെ വയസ്സിലാണ് ഞാൻ ബിഗ് ബോസ് വന്നത്. എന്തുകൊണ്ട് അത് 27, 28 വന്നില്ല? ആ സമയത്തും എനിക്ക് വരാറുണ്ടല്ലോ. കാരണം എനിക്ക് എന്റെ 30s കഴിഞ്ഞതിന് ശേഷം എനിക്ക് വന്നാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നാൽ മതി. കാരണം എനിക്ക് ബിഗ് ബോസ് ഇഷ്ടമുള്ള ഒരു സംഭവമായിരുന്നു. മനസ്സിലായില്ല? അപ്പം അതിന് ആരും എന്നെ ഇൻവൈറ്റ് ചെയ്തതല്ല, ആരും എന്നെ വിളിച്ചതല്ല. ഞാനായിട്ട് അതിലേക്ക് പോയതാണ്. മനസ്സിലായില്ല? ഞാനായിട്ട് എനിക്കൊരു ചാൻസ് വേണമെന്ന് പറഞ്ഞ് പോയതാണ്. പിന്നെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ നിലപാടിൽ എപ്പോഴും ഞാൻ ഉറച്ചിരിക്കും. കാരണം എന്തെങ്കിലും ഒരു ഇപ്പം എന്നെ വളർത്തിയ അല്ലെങ്കിൽ എന്നെ എനിക്ക് വേണ്ടി എല്ലാം ചെയ്ത ഒരു സംഭവം എന്ന് പറഞ്ഞിട്ട് അവരെന്നെ കൊല്ലാൻ വേണ്ടിയും ശ്രമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്നെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ, അത് കണ്ടുകൊണ്ടിരിക്കാൻ എന്നെ കൊണ്ട് എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ഇപ്പം സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോബിനെ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ 100 റോബിനെ ഉണ്ടാക്കാനും അറിയാം, അത് ഇല്ലാണ്ടാക്കാനും അറിയാം എന്ന് പറയുന്നത് സ്നേഹമല്ല. അവിടെ എൻ്റെ കൂടെ സ്നേഹമില്ല. കാരണം ഇതിന്റെ പിറകിൽ നടന്ന പല കാര്യങ്ങളും പലർക്കും അറിയത്തില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു റോബിനെ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ 100 റോബിനെ ഉണ്ടാക്കാനും അറിയാം, അത് ഇല്ലാണ്ടാക്കാനും അറിയുന്നത് സ്നേഹമല്ല. അത് നമ്മളെ വളർത്തി ആരാണെങ്കിലും അവിടെ ആ കാണിച്ച തെറ്റാണെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കും. അതെന്റെ നിലപാടാണ്. മനസ്സിലായില്ലേ? അവിടെ ഞാൻ ഒരിക്കലും ഒരു നന്ദി കെട്ടവനാവുന്നില്ല. അവിടെ ഞാൻ എനിക്കാണ് എന്ത് ചെയ്ത പ്രയോറിറ്റി കൊടുത്തത്. എൻ്റെ കൂടെ സ്നേഹമായിട്ട് നിൽക്കുന്ന എല്ലാവരോടും ഞാൻ സ്നേഹമായിട്ട് മാത്രമേ നിൽക്കത്തുള്ളൂ. കാരണം അത് എന്നെ ക്ലോസ്ലി അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം. മനസ്സിലായില്ല? പിന്നെ ചിലർ പർപ്പസ്ലി പല കാര്യങ്ങൾക്കും വേണ്ടി എൻ്റെ അടുത്ത് വരും. അവരുടെ ആവശ്യങ്ങൾ നടക്കാതാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അവർ തിരിച്ചിട്ട് നമുക്കിട്ട് പണി തരും. ചിലപ്പോൾ നമ്മൾ മനുഷ്യരായതുകൊണ്ട് തിരിച്ച് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇത് നോർമൽ. മനസ്സിലായില്ലേ? ഇവിടെ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫിഗർ എന്നുള്ളത് ഞാൻ അവിടെ മറക്കും. ഞാനെന്ന് പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ മനുഷ്യനെ മാത്രമേ ഞാനപ്പോൾ അവിടെ എന്ത് ചെയ്യത്തുള്ളൂ. എൻ്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ എൻ്റെ വ്യക്തിത്വം, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് മറ്റുള്ളവർക്ക് വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് നിന്നു കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ല. കാരണം ഞാൻ കഷ്ടപ്പെട്ട് വന്ന ഒരാളിനെ കെയർ ഓഫിലോ അല്ലെങ്കിൽ ഒരാളോ എന്നെ പുഷ് ചെയ്യാനോ അല്ലെങ്കിൽ റോബിനെ ഈ ഏണി കയറി വാ എന്നൊന്നും ആരും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഓരോ പടികളായിട്ട് ഞാനായിട്ട് വെച്ച് വന്നതാണ്. അപ്പോൾ അതിൻ്റെ കഷ്ടപ്പാട് എന്താണെന്ന് അറിയാം. പിന്നെ എന്തും ലൈഫിൽ ഫേസ് ചെയ്യാനുള്ള ഒരു ചങ്കൂറ്റം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ ആര് വന്നാലും, അതിന് എത്ര വലിയ ആൾക്കാർ വന്നാലും, ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും ഇയർ എൻഡിങ് ഇന്റർവ്യൂവിൽ ഞാനിപ്പോൾ ഈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ ഷോയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ കോൺഫിഡൻസ് തന്നെയാണ്. അപ്പൊ ഇപ്പൊ ഈ പറയുന്ന കോൺഫിഡൻസും ഈ നിൽക്കുന്നുണ്ടെന്ന് പറയുന്നില്ലേ, അത് ഒറ്റയ്ക്ക് ബിൽഡപ്പ് ചെയ്തെടുത്തതാണ് എന്ന് റോബിൻ പറയുന്നുണ്ട്. പക്ഷെ കൂടെ നമ്മുടെ ഈ ലൈഫ് ജേർണിയിൽ എപ്പോഴും നമുക്കൊരു മെന്ററായിട്ടോ അല്ലെ നമ്മുടെ കൂടെ ഒരു സപ്പോർട്ടിങ് ഒരു സിസ്റ്റം അങ്ങനെ എന്ന് പറയാൻ അത് ആരായിരുന്നു? അങ്ങനെ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ പാരന്റ്സോ ഫ്രണ്ട്സോ അങ്ങനെ? ഞാൻ പറയട്ടെ, എൻ്റെ ലൈഫിൽ എപ്പോഴും ഞാൻ എൻ്റെ ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തിട്ടുള്ള എൻ്റെ വീഴ്ചകളാണ് എൻ്റെ ഡൗൺഫോൾസ്. കാരണം എൻ്റെ ഡൗൺഫോൾസ് എന്നാണ് ഞാൻ പഠിക്കുന്നത്. ഓക്കെ, കാരണം 2023 എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. ആരെയൊക്കെ വിശ്വസിക്കണം, ആരെയൊക്കെ വിശ്വസിക്കാൻ പാടില്ല, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം. കാരണം നമ്മുടെ പ്ലാൻസ് ഒക്കെ മുൻകൂട്ടി പറഞ്ഞ് അത് തകർക്കാൻ വേണ്ടി ഒരുപാട് പേരുണ്ട്. കാരണം ഈ ഗോൾഡൻ വിസയുടെ കാര്യം പോലും ഞാൻ ആക്ച്വലി എനിക്ക് ആ സമയത്ത് എടുത്താൽ മതി എന്ന് തീരുമാനിച്ചിട്ടാണ്. കാരണം ഒരുപാട് പേര് പറയുന്നവരെല്ലാം പറഞ്ഞ അവസാനം ഗോൾഡൻ വിസ എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല എന്നാക്കി. അത് ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗോൾഡൻ വിസ ഓൺ ദ വേ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഞാൻ ന്യൂ ഇയറിന് കഴിഞ്ഞ ശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം എനിക്ക് ആ സമയപ്പോൾ പോയി എടുത്തപ്പോൾ പിന്നെ അവർക്കൊന്നും പറയാനില്ല. കാരണം അവർ തന്നെ പറഞ്ഞു, റോബിൻ ഇത്രയും പെട്ടെന്ന് കിട്ടിയതാണ്, ഇത്രയും പെട്ടെന്ന്, അത് എനിക്ക് മൾട്ടിപ്പിൾ കാറ്റഗറിയിലാണ് കിട്ടിയത്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് കിട്ടിയപ്പോഴത്തേക്ക് അവർക്ക് പിന്നെ ഒന്നും പറയാനില്ല. അടുത്ത് ഇനി എന്താണ്, പോർഷെ പനമേര. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇന്റർനാഷണൽ വീഡിയോസിന്റെ താഴെയൊക്കെ പോയിട്ട് എന്നെ ടാഗ് ചെയ്യുന്ന കാണാം. കുഴപ്പമില്ല, ആ ഒരു പേര് പോർഷെ പനമേര എന്ന് പറഞ്ഞൊരു പേര് കുറച്ച് പേർക്ക് ഓൾറെഡി കാർ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാവുന്ന ഒരു കാറാണ്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ കുറച്ചുപേര് അറിയാത്തവർക്കും കൂടെ അറിഞ്ഞത് ഇപ്പൊ എന്റെ പേര് വെച്ചിട്ട് അറിയുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്റെ കുറച്ച് ഇപ്പൊ ഗോൾഡൻ വിസ കിട്ടി, കുറച്ച് ബിസിനസ് പ്ലാൻസ് എല്ലാം ദുബൈ ബേസ്ഡ് അല്ലെങ്കിൽ UAE ബേസ്ഡ് ആയിട്ട് ചെയ്യാനായിട്ട് പ്ലാൻസ് ഉണ്ട്. സോ അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളെ നാട്ടിലെ റോഡിലൊന്നും ആ കാറ് യൂസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഞാൻ പറയട്ടെ, ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഓടിക്കാൻ കുറച്ച് പാടാണ്.
പിന്നെ അത് മാത്രമല്ല അവിടെ 4-1 റേറ്റേ ഉള്ളൂ, മനസ്സിലായില്ലേ? അപ്പം എനിക്ക് എൻ്റെ ആഗ്രഹത്തിന് എനിക്ക് ഇഷ്ടമുള്ള രൂപയ്ക്ക് ഇഷ്ടമുള്ള കളർ ഇഷ്ടമുള്ള വണ്ടി ഞാൻ എടുക്കും. അത് എവിടെ എടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഒരാള് റോബിനെ ഈ വെള്ളം കൂടി അല്ലെങ്കിൽ ഈ ഒരു ബിരിയാണി കഴി എന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കത്തില്ല. എനിക്കായിട്ട് തോന്നണം ആ ബിരിയാണി കഴിക്കണം, അതിൽ എത്ര ബിരിയാണി കഴിക്കണം, ഏത് ബിരിയാണി കഴിക്കണം, അതെല്ലാം തീരുമാനിക്കുന്നത് ഞാനാണ്. ഒരാളിനും അതിനൊന്നും റൈറ്റ്സ് ഇല്ല. അങ്ങനെ റൈറ്റ്സ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ചെലവിന് തരണം, മനസ്സിലായി? നിങ്ങൾ എനിക്ക് ചെലവിന് തന്നിട്ട് റോബിനെ നിനക്കുള്ള ഭക്ഷണമാണ്, നിന്റെ കാര്യങ്ങളെല്ലാം ഞങ്ങളാ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഞാനൊരു പാവക്കുട്ടിയെ കണക്കിരുന്ന് നിങ്ങൾ പറയുന്ന എല്ലാം അനുസരിക്കും. പക്ഷെ അൺലെസ് എൻ്റെ വ്യക്തിത്വം അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടർ, എൻ്റെ നിലപാട് അല്ലെങ്കിൽ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ ഒരുപാട് പേർക്ക് എതിർപ്പുണ്ടാവും, അതിലൊന്നും എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ എതിർക്കുമ്പോഴാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. പിന്നെ കാരണം ഇപ്പൊ ഞാൻ എൻ്റെ ലോക്ക് സ്ക്രീൻ തന്നെ ഞാൻ കാണിച്ചു തരാം. കാരണം എൻ്റെ വാൾപേപ്പർ കണ്ട, വാൾപേപ്പറിൽ ടു ഡു ലിസ്റ്റ് ആണ് ഞാൻ ഇട്ടേക്കുന്നത്, മനസ്സിലായില്ല? കാരണം ഇതിനകത്ത് ഓരോന്ന് അച്ചീവ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ഓരോന്ന് ചെയ്യാറുണ്ട്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഗോൾഡൻ വിസ ടിക്കറ്റ്, പോർഷെ പനമേര ടിക്കറ്റ്, അടുത്ത വെയിറ്റ് ലോസ് ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ വെയിറ്റ് ലോസ് ട്രാൻസ്ഫോർമേഷൻ അല്ല, കാരണം നമുക്ക് എപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫോണാണ്. അപ്പൊ ആ ഫോൺ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഈ സാധനം എന്ത് ചെയ്യും, എന്റെ ഇതിലപ്പം പ്രോപ്പർ സെൽഫ് മോട്ടിവേറ്റഡ് ആണ്, മനസ്സിലായില്ല? അപ്പം അടുത്ത വെയിറ്റ് ലോസ് ട്രാൻസ്ഫോർമേഷൻ. കാരണം ഞാൻ ഒരുപാട് പ്രാവശ്യം വെയിറ്റ് കുറയ്ക്കാൻ, ഞാൻ ബിഗ് ബോസിന് ശേഷം 27 കിലോ കൂടി, മനസ്സിലായില്ലേ? അപ്പം 112 kg വരെ വന്നു. I was 86 ഞാൻ ബിഗ് ബോസിന് ഇറങ്ങുമ്പോൾ. അപ്പം അത്രയും വെയിറ്റ് എനിക്ക്, കാരണം എനിക്ക് സ്ട്രെസ് ഈറ്റിംഗ് ഉണ്ട്. ഞാൻ കള്ളുപിടിക്കുക സെറ്റ് വലിക്കുകയൊന്നും ചെയ്തില്ല. അപ്പൊ ഇനി സ്ട്രെസ് വന്ന് ഞാൻ ഫുഡ് കഴിക്കുക ചെയ്യുന്നത്. അത് കുട്ടിക്കാലം മുതലേ ഉള്ളതാണ്. ഞാൻ ഒബീസ് ആയിരുന്നു. അപ്പൊ 110 കിലോ വരെ ആ 10th 12th പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ വെയിറ്റിലേക്ക് തിരിച്ചു പോകാനുള്ള ടെൻഡൻസി നമ്മുടെ ബോഡിക്കുണ്ട്. അപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരുപാട് വെയിറ്റ് പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. പക്ഷെ അത് ആക്ച്വലി നമ്മുടെ ഹെൽത്തിന് ശരിയല്ല. അപ്പം ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രീഷനിസ്റ്റും പിന്നെ ഡയറ്റീഷ്യനും ഇത് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ ഗ്രാജുവലി 1 മാസം 3 കിലോ വെച്ച് കുറച്ചാൽ മതി. അതാണ് ഹെൽത്തി ആയിട്ട് കുറയ്ക്കുമ്പോൾ 6 മാസം കൊണ്ട് എന്ത് ചെയ്യും, 18 കിലോ കുറയും. 18 കിലോ കുറഞ്ഞാൽ തന്നെ യു വിൽ ലുക്ക് ഗുഡ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ശരി, അങ്ങനെയാണെങ്കിൽ അത് ഫോളോ ചെയ്യാം. ഇപ്പൊ 112 നിന്നും ഞാനിപ്പോ 102 കിലോയിലേക്ക് വന്നിരിക്കുക. എന്ന് വെച്ചാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒക്ടോബർ 29 ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പം 2.5-3 മാസമായി. ഓൾമോസ്റ്റ് ഞാനിപ്പം 10 കിലോ കുറച്ചു. പക്ഷെ ഞാനത് അപ്ഡേറ്റ് കൊടുക്കാത്ത എന്താന്ന് വെച്ചാൽ ഒരു ബിഫോർ ആഫ്റ്റർ എന്നുള്ള രീതിയിൽ ഫൈനൽ റിസൾട്ട് ചെയ്യാനുള്ളതാണ്. കാരണം എടുപിടി എന്ന് പറഞ്ഞ് കുറയ്ക്കാനുള്ളതല്ല ഈ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. സോ അതിന് ഇച്ചിരി സമയം എടുക്കും, മനസ്സിലായില്ല? സോ എൻ്റെ വെയിറ്റ് ലോസ് എനിക്ക് തോന്നുന്നു മേ ബി മാർച്ച് എൻഡിലോ അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്കിലോ എന്ത് ചെയ്യും, ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്യും. അപ്പം എൻ്റെ ടാർഗറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 90 kg ആണ്. അപ്പൊ 90 kg എത്തുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഞാൻ എന്ത് ചെയ്യും, കുഴപ്പമില്ല. അപ്പൊ ഈ ഒരു 10 കിലോ ഇതിന്റെ ഇടയ്ക്ക് കുറയ്ക്കാൻ പറ്റും. അത് ഗ്രാജുവലി ആണ് കുറച്ച്. ഗ്രാജുവലി കുറയ്ക്കുന്നുണ്ട്, പെട്ടെന്ന് ഡിഫറൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ആൾക്കാർക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷെ എപ്പോഴും ഈ 112 നിന്ന് 102 എത്തിയാലും അറിയത്തില്ല. അത് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ 95 kg താഴെ വരുമ്പോഴാണ് ഓക്കെ ഹീസ് ലുക്കിംഗ് ഓക്കെ, കുറച്ച് ലീൻ ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളൊരു അപ്പിയറൻസ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ മെഡിക്കൽ സെന്റർ. പലർക്കും ഉള്ളൊരു കാര്യമാണ്, ഞാൻ ബിഗ് ബോസിന് ശേഷം എന്തുകൊണ്ട് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. എൻ്റെ പ്രൊഫഷനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. കാരണം 7 വർഷമായിട്ട് ഞാൻ ജനിച്ച ഹോസ്പിറ്റലിൽ തന്നെ ഡ്യൂട്ടി മെഡിക്കൽ ഓഫീസറായിട്ടും അത് നൈറ്റ് IP പേഷ്യൻ്റ് ഇൻചാർജുമായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളെ എന്തുകൊണ്ട് പിന്നെ വർക്ക് ചെയ്യാൻ പോകുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചത് ജനിച്ച ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു, ഡോക്ടറായിട്ട് വർക്ക് ചെയ്തു. അതൊക്കെ ഭയങ്കര ഒരു നമ്മൾ പറയില്ല, ഞാൻ പഠിച്ച സ്കൂളിൽ എന്റെ കുഞ്ഞിനെ കൊണ്ട് പഠിപ്പിക്കുന്നു എന്ന് നമ്മൾ പറയുന്ന പോലെ ഒരു. അത് മാത്രമല്ല നൈറ്റ് ആയതുകൊണ്ട് ഞാൻ ജനിച്ചത് രാവിലെ 3:30. അപ്പം ഞാൻ ആ പെർട്ടിക്കുലർ ടൈമിൽ ഞാൻ ആ ഹോസ്പിറ്റലിൽ ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിരുന്നു. അത് 7 വർഷം എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടി. കാരണം ആ ഒരു ടൈം എനിക്ക് ഓക്കെ, ഞാൻ ജനിച്ച ഹോസ്പിറ്റൽ ആ ടൈമിൽ ഞാൻ ആ സമയത്ത് അവിടെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ആ സമയത്ത് ഞാൻ ഉണ്ട്. ഞാൻ ആക്ച്വലി എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന. അഡ്മിഷൻ ആവുന്ന പേഷ്യൻസിന്റെ നൈറ്റ് ഞാനാണ് നോക്കിയിരുന്നത്. 12 hours ഞാനാണ് നോക്കിയിരുന്നത്, നൈറ്റ് ഡ്യൂട്ടിയാണ് ചെയ്തിരുന്നത്. അപ്പം അത് കഴിഞ്ഞ് അപ്പം ഇപ്പം എന്റെ ഹോസ്പിറ്റലിൽ തന്നെ തിരിച്ച് ജോയിൻ ചെയ്യാൻ പറയുന്നുണ്ട്. പല ഹോസ്പിറ്റലിൽ ഓഫീസ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ശരിക്കും പാരന്റ്സിന്റെ വിഷന് വേണ്ടിയിട്ടായിരുന്നു. നോ എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ വർക്ക് ചെയ്യുന്നത്. കാരണം എന്റെ പ്രൊഫഷനെ എന്റെ പാഷനെ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പലരും ചോദിക്കാറുണ്ട് ഞാൻ എന്തുകൊണ്ട് MBBS കഴിഞ്ഞിട്ട് PG-യിലേക്ക് പോയില്ല. കാരണം നമ്മൾ PG-യിലേക്ക് പോകുക അല്ലെങ്കിൽ ഒരു MD എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടും. നമ്മൾ പിന്നെ പേഷ്യൻസ് 24/7 നമ്മൾ അവൈലബിൾ ആയിരിക്കണം. കാരണം നമ്മൾ റെസ്പോൺസിബിലിറ്റി കൂടുമ്പോൾ നമ്മുടെ പാഷനും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഡോക്ടർ ബിഗ് ബോസിലെ ഫസ്റ്റ് ഡോക്ടറായിട്ട് വന്നത്. കാരണം ഡോക്ടേഴ്സ് യൂഷ്വലി റെപ്യൂട്ടേഷനോ അല്ലെങ്കിൽ അവരുടെ ഇതൊന്നും കളഞ്ഞിട്ട് അവരെന്ത് ചെയ്യത്തില്ല, ഇങ്ങനെയുള്ള ഷോയിൽ വന്ന് നിൽക്കത്തില്ല. കാരണം എനിക്ക് ഒബ്വിയസ്ലി ഒരുപാട് പേരിലേക്ക് അറിയണം, അല്ലെങ്കിൽ ഞാൻ എന്താന്ന് ഒരുപാട് പേര് അറിയണം. സെലിബ്രിറ്റി സ്റ്റാർഡും ആഗ്രഹിച്ചിരുന്നു. ഞാൻ ഫെയിം ആഗ്രഹിച്ചു. ഞാൻ ഒബ്വിയസ്ലി പറഞ്ഞു, ബിഗ് ബോസിൽ വരുമ്പോഴും അല്ലാത്തപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് ഫെയിം വേണം. എപ്പോഴാ എപ്പോ എങ്ങനെ എവിടെ നിന്നാണ് ആ ഒരു സ്റ്റാർഡം എന്റെ ലൈഫിൽ എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചത്? ഞാൻ കുട്ടിക്കാലത്തെ അധികം പഠിക്കുന്ന ഒരു കുട്ടിയല്ലായിരുന്നു. പഠിക്കുമെന്ന് വെച്ചാൽ പഠിക്കും, പക്ഷേ ഈ മാർക്സോ അല്ലെങ്കിൽ എക്സാംസിന്റെ
മാർക്സ് അല്ല നമ്മുടെ ജീവിതം ഡിസൈഡ് ചെയ്യുന്നുള്ളൊരു ചിന്ത കാഴ്ചപ്പാട് എനിക്കുണ്ടായിരുന്നു. ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയുടെ പറയുമ്പോൾ അവർ പറയും നിനക്ക് നമ്മളെല്ലാം തരുന്നുണ്ട്, എന്തുകൊണ്ട് നിനക്ക് പഠിച്ചുകൂടാ, എന്തുകൊണ്ട് മാർക്ക് മേടിക്കുന്നില്ല, മാർക്ക് മേടിച്ചാൽ നീ എവിടെയെങ്കിലും എത്തത്തുള്ളൂ. അപ്പോൾ എനിക്ക് മറ്റുള്ള കസിൻസുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഫാമിലി ഫ്രണ്ട്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എനിക്ക് അറിയാമെങ്കിലും ഞാൻ ജസ്റ്റ് പാസിന് വേണ്ടി മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, പഠിക്കല്ല, പഠിച്ചാലും എഴുതത്തുള്ളൂ. എനിക്ക് കാരണം ഓർമ്മശക്തി പരീക്ഷിക്കാനുള്ളൊരു തുണ്ടുകടലാസ് അല്ല നമ്മുടെ ജീവിതം എന്നുള്ളൊരു കാഴ്ചപ്പാട് എനിക്ക് ആ സമയം തൊട്ടേ എപ്പോഴോ വന്നു, മനസ്സിലായില്ല. അപ്പം ഞാൻ ഇപ്പോൾ വിചാരിച്ചു അധികം മാർക്ക് മേടിക്കാത്ത ഭയങ്കര ടാലന്റഡ് അല്ലാത്ത മനുഷ്യർക്കും അല്ലെങ്കിൽ കുട്ടികൾക്കും ഈ ലോകത്ത് ഫേമസ് ആകണം അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് കാണും. കാരണം 80% ആൾക്കാരും അങ്ങനെയുള്ളവരാ അല്ലെ. 20% ഒരിക്കലും ഭയങ്കര എക്സൽ ആയിട്ട് പഠിക്കുന്ന ഭയങ്കര ടാലന്റഡ്. 80% പേരും എന്നെ പോലെയുള്ള ആൾക്കാരാ. എന്നെ പോലെയുള്ള ആൾക്കാർക്കും ഫേമസ് ആകണം, ഒരുപാട് പേരിലേക്ക് എത്തണം, ഒരുപാട് പേര് ഇഷ്ടപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടാവും. അപ്പൊ അവർക്ക് ഒരു ചെറിയൊരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, എൻ്റെ ലൈഫിനെ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ, സിമ്പിൾ. കാരണം ഞാൻ ഭയങ്കര അങ്ങനെ ടാലന്റഡ് ആയിട്ടുള്ള ഒരാളല്ല, പക്ഷെ ടാലന്റ് ആണെന്ന് വെച്ചാൽ ആണ്, അതുകൊണ്ട് തന്നെ ഇതുവരെ എത്തിയത്. മനസ്സിലായി. സ്കൂളിൽ ഇങ്ങനെ ഡ്രാമ, ഓരോ ആക്ടിവിറ്റി, ആർട്സിൽ പെൻസിൽ ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്, ക്ലാസിക്കൽ ഡാൻസർ ആണ്. അപ്പം ഞാൻ 10th സ്റ്റാൻഡേർഡ് വരെയൊക്കെ ഞാൻ സൗത്ത് സോൺ സാധനയ്ക്കൊക്കെ പോയി സെക്കൻഡ് പ്രൈസ് ഒക്കെ മേടിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ പലർക്കും അത് ചിലപ്പം അത് അറിയത്തില്ലായിരിക്കും. ഞാൻ എപ്പോഴും പോസ്റ്റ് കിട്ടുമെന്ന് തോന്നുന്നു. അപ്പം അതെ, ഞാൻ സ്കൂളിൽ ചെയ്തിട്ട് വേണ്ടത്. അപ്പം ആ ഒരു ടൈമിലൊക്കെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ആക്റ്റീവ്. കാരണം വീട്ടിൽ അവർക്ക് കുട്ടിക്കാലം മുതലേ ഇങ്ങനെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ എൻ്റെ അനിയത്തിനും പഠിപ്പിക്കാറുണ്ടായിരുന്നു. സോ അപ്പം എനിക്ക് ആ ഒരു പ്രായം തൊട്ടേ പിന്നെ ഞാൻ അധികം മാർക്ക് മേടിക്കാത്തതുകൊണ്ട് എവിടെ എത്തത്തില്ല. പിന്നെ എല്ലാ കമ്പാരിസണും. സോ ജീവിതത്തിൽ എവിടെയെങ്കിലൊക്കെ എത്തണം, ഫെയിം ആവണം ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തണം. ഞാൻ പണ്ടൊക്കെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തും സിംഗിൾ സീറ്റർ ബുള്ളറ്റിൽ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുമ്പോൾ പലരും പറയും നീ നിന്റെ കോളേജ് ലൈഫ് വേസ്റ്റ് ആക്കിയാൽ, നീ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പറയും, അപ്പോഴും ഞാൻ ആലോചിക്കുന്നത് ഞാനിങ്ങനെ പവലിയനിലൊക്കെ ഓടുന്ന ടൈമിൽ ഞാൻ രാവിലെ 5:30 എണീറ്റ് ആ സമയത്ത് ഓടും, രാത്രി ഓടും. അപ്പം ഞാൻ സ്റ്റാർസിൻ്റെ കൂടെ സംസാരിക്കും. എനിക്കറിയത്തില്ല, ഞാൻ ഇപ്പോഴുള്ളൊരു സംഭവമാണ്. കാരണം എനിക്ക് നക്ഷത്രങ്ങളോട് സംസാരിക്കുന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിനോട് ഞാൻ ഭയങ്കര വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ നക്ഷത്രങ്ങളോട് പറയും. എന്നിട്ട് ആ നക്ഷത്രങ്ങൾ അതിൽ എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറച്ച് നക്ഷത്രമുണ്ട്. അത് ഞാൻ ഇപ്പോഴും കാണുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ, ഇനി അടുത്ത 10 വർഷം കഴിയുമ്പോൾ ഇങ്ങനെ ഇപ്പോഴും ഞാൻ പറയുന്ന അടുത്ത 10 വർഷം കഴിയുമ്പോൾ ഇന്ന കാര്യങ്ങൾ എനിക്ക് ഉണ്ടായിരിക്കണം. കാരണം ഈ 10 വർഷം മുന്നേ ഉള്ള കാര്യങ്ങൾ പറഞ്ഞതൊക്കെ അതിനെക്കാട്ടും കൂടുതൽ മേ ബി ചിലപ്പോൾ ഒരു 200% ഞാനിപ്പോൾ അച്ചീവ് ചെയ്ത് കാണും. അപ്പൊ അതേപോലെ ഇനി അടുത്തൊരു 10 വർഷത്തിലേക്ക് ഇന്ന കാര്യങ്ങളൊക്കെയാണ് അത്. പക്ഷെ എന്നെ ഇഷ്ടപ്പെടുന്നവരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എടുപിടി എന്ന് പറഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്കതിന് സമയം വേണം. കാരണം ഞാൻ പറഞ്ഞില്ല, കണ്ടിന്യൂസ് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ അതിൻ്റെതായിട്ടുള്ള സമയത്ത് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പം വേറെ ബാക്കിൽ നിന്ന് ഒരാൾ ഇങ്ങനെ പുഷ് ചെയ്യാൻ വേണ്ട, സെൽഫ് തനിയെ ഞാൻ ഭയങ്കര മോട്ടിവേറ്റഡ് ആണ്. പൊടി ചില സമയത്ത് നോക്കുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ തന്നെ വീഡിയോസ് ഞാൻ എടുത്ത് ഇങ്ങനെ കണ്ടിട്ട് കരയും. അപ്പൊ സാരില്ല പോട്ടെ കരയണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി എന്ത് ചെയ്യാറുണ്ട്, കണ്ണീരിങ്ങനെ ഇതിയാറുണ്ട്. കാരണം ഞാൻ ആലോചിക്കും, ഞാൻ ഒന്നും അല്ലാതിരുന്ന ഞാൻ എൻ്റെ വീഡിയോസ് എടുത്ത് കാണുമ്പം ഓക്കെ ഞാൻ ഇതുവരെ എത്തി. അല്ലെങ്കിൽ ഞാൻ എവിടെ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു മനുഷ്യരും അറിയാത്ത അല്ലെങ്കിൽ കുറച്ച് പേരിലേക്ക് മാത്രം അറിയപ്പെടുന്ന. ഞാൻ പറഞ്ഞത് സിനിമയൊക്കെ ഓഫേഴ്സ് ഒക്കെ വന്നു, പലതും പോയി. പക്ഷെ ഞാൻ വിചാരിച്ചത് റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ബിഗ് ബോസിൽ വന്നത്. അതേപോലെ റിസ്ക് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അതാണ് എൻ്റെ അടുത്ത ഇതിലെ 5ാമത്തത്, രാവണ യുദ്ധം. ഞാൻ ഒരു മൂവി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലായി. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇത്രയും വൈറലായ 2 വാച്ചൊക്കെ കെട്ടിയ ഒരു സംഭവം ഇത്രയും വൈറലായ സംഭവം ഇല്ല. കാരണം നമ്മളെ സാധനം എന്തുമാത്രം മാർക്കറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തുമാത്രം അത് റീച്ചിലേക്ക് എത്തുന്നു എന്നുള്ളതിലായിരിക്കുന്നത്. ഇപ്പൊ ഞാൻ സിനിമയെ നോക്കുന്നത് ഒരു പാഷൻ മാത്രമല്ല, പാഷനുമാണ്, അതിനോടൊപ്പം ബിസിനസ്സുമാണ്. മനസ്സിലായില്ലേ? ഞാൻ വിചാരിച്ച് ബിസിനസ്സും കൂടെ നോക്കുന്നതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഞാൻ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ലാഭം എനിക്കുണ്ടാവും. എന്തിനാ മറ്റുള്ളവർ കൊണ്ട് കൊടുക്കുന്നത്? ഞാൻ ഒരു മൂവി ചെയ്തു, എന്തായാലും അത് നഷ്ടത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അത്ര എഫേർട്ട് കൊടുക്കുന്നത്. ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ഒരു PR കമ്പനീനെ ഏൽപ്പിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ സ്വന്തമായിട്ട് അതിൽ പോയി എന്തൊക്കെ ഞാൻ ഗെയിം കളിച്ചിട്ടാണ് ഞാൻ അതിൽ എന്ത് ചെയ്തത് ഇത്രയും ഇതുണ്ടാക്കി. അതേപോലെ ഒരു മൂവി ചിലപ്പോൾ പലരും കളിയാക്കുന്നുണ്ടായി, ഒരു സന്തോഷ് പണ്ഡിതായിരിക്കും അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പോകുന്നത്. എന്താ നീ ചെയ്യാൻ പോണേ? നിങ്ങൾ പറയുന്നതാണ് എൻ്റെ പ്രൊമോഷൻ. കാരണം ഇതേപോലെയാണ് പോർഷ മനോമര കാര്യം, ഗോൾഡൻ ബിസി, ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു നാൾ ഇത് ചെയ്യുമ്പോഴേ. കാരണം പോർഷ മനോമര വീഡിയോ ഇപ്പോൾ 6.5 മില്യൺ ആണ്ട് എന്ത് ചെയ്തു, വ്യൂസ് പോയി. ഒരു വീഡിയോ, ഒറ്റ വീഡിയോ, അത് എഡിറ്റ് ചെയ്ത് ഞാൻ കയ്യിൽ ചെയ്ത് ഞാൻ എഡിറ്റ് ചെയ്താൽ. മനസ്സിലായി? കാരണം എനിക്ക് എഡിറ്റിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സംഭവം ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാനതിൽ എക്സലൻ്റ് അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക ടാലന്റഡ് ആയിട്ടുള്ള ഒരാളെന്നല്ല, പക്ഷെ അതൊക്കെ അറിയാനും. ഇപ്പോൾ എനിക്കൊരു മൂവി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാനൊരു 10 ഡയറക്ടേഴ്സിൻ്റെ അടുത്തെങ്കിലും പോകും. അതിൽ ചെറിയ ഷോർട്ട് ഫിലിം ചെയ്യുന്നത് തൊട്ട് വലിയ ആൾക്കാരുടെ അടുത്ത് ഞാൻ പോയിട്ട് ഓരോരുത്തരിൽ നിന്നും എങ്ങനെയാണെന്ന് ഞാൻ പഠിക്കും.
അതേപോലെ സിനിമാറ്റോഗ്രാഫേഴ്സ് എനിക്കറിയാവുന്നത് പൊടിക്കറിയാവുന്ന പൊടിയുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അവരുടെ അടുത്തൊക്കെ പോയിട്ട് എങ്ങനെയാണ് ആംഗിൾ, എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, എന്താണ് ലൈറ്റ്, ഇതെല്ലാം പഠിക്കും. ഇതേപോലെ ആക്ടിങ്, ഞാൻ ഭയങ്കരമായിട്ട് ആക്ടിങ് അറിയാവുന്ന ഒരാളല്ല, പക്ഷെ അതിന് വേണ്ടി ഞാൻ ആക്ടിങ് പഠിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ആക്ടിങ് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പോയി അതിനെ പറ്റി പഠിക്കും. മനസ്സിലായി? ഇതെല്ലാം പഠിച്ചിട്ടേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ. അതാ പറഞ്ഞ എന്റെ ഫസ്റ്റ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത് വെയിറ്റ് ലോസ് ട്രാൻസ്ഫോർമേഷൻ. അതിപ്പോ ഒരു മാർച്ച് ഏപ്രിലോട് കൂടി അത് കഴിയും. അത് കഴിഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ ഇതിന് എമൗണ്ട് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്യണം. ഫണ്ട് ഞാൻ തന്നെ എന്ത് ചെയ്യണം, മൂവിക്ക് വേണ്ടി ഇത് ചെയ്യണം. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ എല്ലാം സമയം എടുക്കും. നമ്മളൊരു ഞാൻ പറയട്ടെ, ഇപ്പൊ സിംപ്ലി പറയുന്ന കണക്ക് ഞാൻ വൈൻ കുടിക്കുന്ന ഒരാളല്ല, പക്ഷെ ഞാൻ കേട്ടൊരു കാര്യം, വൈൻ എന്തുമാത്രം അത് എന്താ പറയാ അതിന് ഏജ് ആകുന്നു അതിനനുസരിച്ച് അതിന്റെ വീര്യം കൂടുമെന്ന് കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു 10 പടം ചെയ്യുന്നതല്ല, ഒരു പടം ചെയ്യുന്നത് എന്ത് ചെയ്യണം, അത്രേ ഉള്ളൂ. ഒരുപാട് പടം വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഓഫേഴ്സ് ഒക്കെ വരുന്നത് ഏതെങ്കിലുമൊക്കെ പടം എന്ത് വേണമെങ്കിലും ചെയ്യാം, തല കാണിക്കാൻ വേണ്ടി ചെയ്യാം. പക്ഷെ അങ്ങനെയല്ല, ചെയ്യുന്ന ഒറ്റ ഒരു കാര്യം. ഇപ്പൊ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഒറ്റ ഷോ കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഇത്രയും ആ ഒരു ആൾക്കാരിലേക്ക് എനിക്ക് എത്താൻ പറ്റിയത്. മനസ്സിലായി? അതേപോലെ എനിക്ക് മൂവി എന്ന് പറയുമ്പോൾ ഒറ്റ ഷോട്ടിൽ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു സംഭവത്തിൽ അഭിനയിച്ചിട്ട് എനിക്ക് കാര്യമില്ല. ഇതൊരിക്കലും ഒരു അഹങ്കാരമല്ല, ഒരു സാധാരണക്കാരൻ്റെ ഒരു ആഗ്രഹമാണ് ഞാൻ പറയുന്നത്. ഇതിനി ഒരിക്കലും ഒരു അഹങ്കാരമായിട്ടോ ഒന്നുമല്ല. പിന്നെ ഇപ്പോഴും എന്നെ സിൻസിയറായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന, സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നെ പറ്റി കൺസേൺ ആവുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ഒരുപാട് ഹൈറ്റ്സിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ അമ്മ ചില സമയത്ത് പറയാറുണ്ട്, മോനെ നിനക്കാണ് കേരളത്തിൽ ഒരുപാട് അമ്മമാർ. എൻ്റെ അമ്മ പറയുന്നത്. അപ്പോൾ അത് അമ്മ പറയുമ്പോൾ ഞാൻ ചോദിക്കും, അമ്മയ്ക്ക് അപ്പോൾ അസൂയയില്ലേ? അസൂയൊക്കെ ഉണ്ട്, പക്ഷെ എന്താണ് സന്തോഷമാണ്. കാരണം ഇത്രയും അമ്മമാർ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മയ്ക്ക് ഒരുപാട് പേര് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട്. അതിന്റെ കൂട്ടത്തില് ഈ ചില ഡീഗ്രേഡിംഗ് ഒക്കെ വരുമ്പോൾ അവര് സാധാരണക്കാർ, അവർക്ക് ഇതൊന്നും എടുക്കാൻ അറിയത്തില്ല. ചില സമയത്തൊക്കെ അവർ വിഷമിക്കാറുണ്ട്. പക്ഷെ അനിയത്തി ആക്ച്വലി കുറച്ച് വായിക്കുന്ന കൂട്ടത്തില്ല. അവള് കാണുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഇന്റലക്ച്വലാണ്. അപ്പം അവള് പറയുന്ന ചിന്താഗതിയായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, കൂടുതൽ ഇത് ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ഇപ്പം ഞാൻ ഇവിടെ ഇപ്പം ഈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എൻ്റെ ആരാധ്യപടിയാണ്. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. കാരണം എനിക്ക് കഴിഞ്ഞ ഒരു വർഷത്തിൽ എനിക്ക് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു. ഈ അപ്സ് ആൻഡ് ഡൗൺസിലെല്ലാം എൻ്റെ കൂടെ ഒരേപോലെ നിന്നിട്ടുള്ളത്. കാരണം എൻ്റെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ അത് ഞാൻ സീരിയസ്ലി ഉള്ളെന്ന് പറയുന്നത്. കാരണം അത്രയും എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയാ, ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്ന ഒരാളാണ്. കാരണം പുള്ളിക്കാരി ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്തന്നെ, ഞാൻ ചിലപ്പം ഒറ്റയ്ക്ക് ഇതെല്ലാം ഫേസ് ചെയ്യേണ്ടി വന്നേനെ. കാരണം എനിക്കുള്ളത് ഭയങ്കര ഒരു ഹാഫായിട്ട് പുള്ളിക്കാരിക്കും കൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, അത് ഷെയർ ചെയ്യാൻ പറ്റുന്നത്. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര, കാരണം ഈ ഒരു സമയത്തൊന്നും ഇങ്ങനെ ഒരു പെൺകുട്ടി നിൽക്കത്തില്ല. കാരണം ഇത്രയും ഡിഗ്രേഡ് ചെയ്തൊക്കെ വരുമ്പോൾ നമ്മളെന്തിനും നിൽക്കണം, കാരണം കല്യാണം കഴിഞ്ഞിട്ടില്ല പോകാലോ എന്നുള്ള രീതിയിൽ ചിന്തിക്കും. പക്ഷേ അതൊന്നും ഇല്ലാതെ അത്രയും സപ്പോർട്ടീവായിട്ട്, അത്രയും കാര്യമായിട്ട്, കാരണം എൻ്റെ പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും ഞാൻ പറയും. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഒരാൾ പുള്ളിക്കാരിയാണ്. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴെങ്കിലും അപ്പോൾ ചിലപ്പോൾ പറയും, ചേട്ടാ മണ്ടത്തരമാണ് കാണിക്കില്ല, ചിലപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഞാൻ ആലോചിക്കും, ശരിയാണല്ലോ മണ്ടത്തരമാണ്. അപ്പം ഞാൻ അവളുടെ അടുത്ത് ആർഗ്യൂ, അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയും. പിന്നെ ആലോചിക്കും, ശരിയാണോ അവൾ പറഞ്ഞാൽ കാര്യമുണ്ട്. അതുകൊണ്ട് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ, അല്ല എൻ്റെ ലൈഫിലുള്ള ഓരോ കാര്യങ്ങളും ഞാൻ അവളുടെ അടുത്ത് എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. ചെയ്യാൻ പോണ കാര്യങ്ങളും ഞാൻ എല്ലായിടത്തും പറയില്ല, പുള്ളിക്കാരുടെ അടുത്ത് മാത്രം പറയും. അങ്ങനെ അനുസരിക്കാറുണ്ട്, പല കാര്യങ്ങളും അനുസരിക്കാറുണ്ട്. ഞാൻ ഇപ്പൊ നമ്മുടെ അടുത്തൊരു സെഗ്മെന്റ് എന്ന് പറയുന്നത് ലൈഫ് കാർഡ്സ് ആണ്. അതിനകത്ത് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ ആരതിയായിരുന്നു. അപ്പോൾ നമ്മളിപ്പോ ആരതിയെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് തന്നെ കിടക്കാം. പറഞ്ഞോളൂ ആരതിനെ. അപ്പൊ ആരതി പറഞ്ഞിട്ട് കറക്റ്റ് ചെയ്തിരിക്കുന്ന കാര്യം എന്തായിരിക്കും? അല്ല അങ്ങനെയല്ല, അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആരതി പോയിന്റ് ഔട്ട് ചെയ്ത് ഫസ്റ്റ് ചേട്ടാ ചേട്ടൻ ഇത് പറഞ്ഞെന്ന് വെച്ചാൽ, ബിഗ് ബോസിന് മുന്നേ എന്നെ ഒരുപാട് പേര് അറിയുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആയിരുന്നു. കുറേ സ്ഥലത്ത് ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്, പല സ്ഥലത്ത് ആക്റ്റീവ് ആയിരുന്നു. അവളുടെ തന്നെ കുറച്ച് കസിൻസ് ഫ്രണ്ട്സിനൊക്കെ എന്നെ അറിയായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു, ഈ ചേട്ടൻ ഭയങ്കര പാവമായിരുന്നു, അല്ലെങ്കിൽ നോർമലായിട്ട് സംസാരിക്കുന്നത്, എന്തുകൊണ്ടാണ് പിന്നെ ഈ ഇപ്പോൾ ബിഗ് ബോസിന് ശേഷം ഭയങ്കര അഗ്രസീവായിട്ട് ഭയങ്കര ലൗഡായിട്ട് ഇരിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിന് പോകുമ്പോൾ ചില സമയത്ത് ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ പറയും, ചേട്ടൻ ഹാപ്പി ആയിട്ട് ഇരിക്കുക, നോർമലായിട്ട് നമ്മൾ എങ്ങനെ സംസാരിക്കണോ അതിനനുസരിച്ച് ആലോചിച്ച് എന്ത് ചെയ്യും സംസാരിക്കുക. അപ്പം ഇപ്പൊ ഈ ഇന്റർവ്യൂവിൽ വന്നിട്ട് ഞാൻ ഇവിടെ മുമ്പൊക്കെ ഇന്റർവ്യൂ പോകുമ്പോൾ കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ കണ്ടന്റ് കൊടുക്കാൻ ശ്രമിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് സംസാരിക്കുക. അപ്പം ഈ ഒരു മാറ്റത്തിന് റീസൺ എന്ന് വെച്ചാൽ, മുന്നേ ഉണ്ടായിരുന്ന സെയിം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ട്. കാരണം ഇപ്പൊ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ഒരു കോൺട്രവേഴ്സി ഇല്ല. കാരണം കോൺട്രവേഴ്സീസ് ഞാൻ നിർത്തി. ഞാൻ തീരുമാനിച്ചൊരു കാര്യം, ഞാൻ അവളടുത്ത് പറഞ്ഞു, ഇനി കോൺട്രവേഴ്സീസ് ഒന്നും എന്ത് ചെയ്യത്തില്ല, ഇനി ഇത് ചെയ്യത്തില്ല. ഒരു പബ്ലിക് സ്ഥലത്ത് പോയാലും ഞാൻ ഇനി അലറി വിളിക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. കാരണം എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്ന എന്തൊക്കെ നെഗറ്റീവ് കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ ഞാൻ ഒരു ബെറ്റർ
ബെറ്റർ പേഴ്സൺ ആയിട്ട് നിൽക്കുന്നുണ്ടോ അതിന്റെയൊക്കെ റീസൺ പൊടി തന്നെയാണ്. കാരണം ഞാനത് റിയലൈസ് ചെയ്യിപ്പിച്ചിരുന്നു. ഇവിടെ പൊടി അവിടെ ബ്ലഷ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അല്ല, അത് കാരണം അത് റിയലൈസ് ചെയ്യിപ്പിച്ചിരുന്നുണ്ട്. നമുക്ക് പൊടിയുടെ മുഖം കൂടെ ഒന്ന് കാണട്ടെ, ജനങ്ങൾ കാണട്ടെ. ഇവിടെ ഒന്ന് ക്യാമറ അങ്ങോട്ട് പാൻ ചെയ്താൽ മതി. ഇത്രയധികം എന്താ പറയാ, കല്യാണത്തിന് മുമ്പേ തന്നെ എന്നെ ഇത്രയും ഇത് ചെയ്യുന്ന ഒരാളുടെ കൂടെ ലീവ് എന്ന് പറയുന്നത് കാര്യം മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇന്റർവ്യൂ 9:00 പറഞ്ഞിട്ട് രാവിലെ 6 മണിക്ക് എണീറ്റ് പാവം 6:30 റെഡി ആയിട്ട് 8 മണിക്ക് കറക്റ്റ് എന്ത് ചെയ്ത് എന്റെ ഫ്ലാറ്റിൽ വന്ന് എന്റെ കൂടെ വന്ന് ഇവിടെ വന്നിരിക്കുന്നു, എന്റെ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നു. അപ്പൊ അത് തന്നെ അതിൽ കൂടുതൽ എന്താ വേണമെന്നത്, അത് തന്നെ വലിയ കാര്യമല്ലേ. ഓക്കെ, അപ്പൊ ഇത്രയും നല്ലൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം ആയിട്ട് ആരതി കൂടെ ഉണ്ട് എപ്പോഴും അല്ലേ. നല്ല ബ്ലഷ് ചെയ്തിരിക്കണം. ഓക്കെ, ഇതെന്താണ് മിസ്സിസ് ഡോക്ടർ റോബിൻ. സി, ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റാണ്. മിസ്സിസ് ഡോക്ടർ റോബിൻ അല്ല, ആരതി പൊടി. അല്ല, മിസ്സിസ് ഡോക്ടർ റോബിൻ അല്ല, ആരതി പൊടി. കാരണം ഞാൻ വരുന്നതിന് മുന്നേ പുള്ളിക്കാരി ഒരു ഓൺടർപ്രണർ ആണ്, 2-3 സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. ഓൾറെഡി പുള്ളിക്കാരി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്ത് ഫാക്ടർ ആയിരിക്കും റോബിൻ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് തന്നെ അട്രാക്ട് ചെയ്തിട്ടുണ്ടാവുക? എനിക്ക് ഒരുപാട് എനിക്ക് എല്ലാ ഫാക്ടറീസും ഇഷ്ടപ്പെട്ടു. കൊള്ളാലോ അല്ല, അങ്ങനെ എനിക്ക് ആദ്യം കണ്ടപ്പോഴത്തേക്ക് അങ്ങനെയല്ല. എനിക്ക് അപ്പിയറൻസ് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ പിന്നെ സംസാരിച്ച് നോക്കിയപ്പോഴാണ് ആള് പാവമാണെന്ന് മനസ്സിലായത്. പിന്നെ എല്ലാം, പിന്നെ ഞാൻ പറഞ്ഞില്ലേ നെഗറ്റീവ്സ് ഉണ്ടാവും പോസിറ്റീവ്സ് ഉണ്ടാവും. പക്ഷെ എനിക്ക് പോസിറ്റീവ്സ് ആണ് എന്ത് ചെയ്തത് കൂടുതലും എനിക്ക് എന്താ പറയാ കാണാനും തോന്നുന്നത്. കാരണം നെഗറ്റീവ്, കാരണം നമ്മൾ ഒരാളില് കൂടുതലും പോസിറ്റീവ്സ് ആണ് അല്ലെങ്കിൽ അയാളുടെ നല്ല കാര്യങ്ങളാണ് കാണുമ്പോൾ അയാളുടെ എന്തെങ്കിലും ചെറിയ നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോലും ഞാനത് കൺസിഡർ പോലും ചെയ്യാറില്ല. മനസ്സിലായില്ല. എന്നാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, നമുക്കൊരു കംപ്ലീറ്റ് ഒരു സന്തോഷം കിട്ടത്തുള്ളൂ. നമ്മൾ ഇടയിൽ ചില വഴക്കുകളുണ്ടാവും, പരിഭവങ്ങളുണ്ടാവും. പക്ഷെ അതൊക്കെ 1-2 ദിവസത്തേക്കുള്ളൂ. കാരണം ഒരു റിലേഷൻഷിപ്പിൽ വഴക്കോ അല്ലെങ്കിൽ അതിലൊരു സങ്കടമോ വിഷമോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതിൽ കള്ളത്തരങ്ങൾ ഉണ്ടെന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ സ്നേഹമുണ്ട്, അവിടെ സന്തോഷമുണ്ട്, കുശുമ്പുണ്ട്, പോസിറ്റീവ്നെസ് ഉണ്ട്, വഴക്കമുണ്ട്, കളിച്ചിരിയുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് കറക്റ്റ് ആയിട്ടാണ് പോകുന്നത്. കാരണം ഈ വഴക്കുണ്ടാക്കുന്നത് കൂടുതലും ആരായിരിക്കും, അല്ലെങ്കിൽ അത് കോംപ്രമൈസ് ചെയ്യണത് കൂടുതൽ ആരായിരിക്കും? അങ്ങനെയല്ല, കൂടുതലും ഞാനാണ്. പക്ഷെ പുള്ളിക്കാരും കോംപ്രമൈസ്, പക്ഷെ എനിക്കത് വിട്ടുകൊടുക്കാൻ ഇഷ്ടമാണ്. നമ്മൾ കാണുമ്പോൾ ആരതി ഭയങ്കര നല്ല ഒരു എന്താ പറയാ ചബി, നല്ല എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്ന ഒരാള്. ആക്ച്വലി ആരതിനെ പറ്റി പറയുമ്പോൾ ആരതിനെ പറ്റി ഭയങ്കര മെച്ചുവർ ആയിട്ട് ഒരു ഭയങ്കര ഒരു ഓൺടർപ്രണർ അല്ലെങ്കിൽ ഭയങ്കര ക്യൂട്ട് ഇങ്ങനെയുള്ള സംഭവം. പക്ഷെ അവളുടെ ഏറ്റവും കളിച്ചിരികളും എക്സ്പ്രഷൻസും കാണുന്നത് ഞാൻ ആലോചിക്കും, എടി ഈ സാധനങ്ങളൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, ഇത് കാണിച്ചിരുന്നെങ്കിൽ അവളെ ആൾക്കാരെ അത്ര ഇഷ്ടപ്പെടും. കാരണം ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന അല്ലാതെ ഒരു 500 ടൈംസ് എന്ത് ചെയ്യും, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളൊക്കെ കാണാത്ത ഒരു ആരതിപ്പൊടി ഞാൻ കാണുന്നുണ്ട്. ചില ക്യൂട്ട് ആയിട്ടുള്ള സംഭവങ്ങൾ, ചില കാര്യങ്ങൾ മനസ്സിലായില്ലേ. ഇപ്പൊ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ, എന്റെ മോളിൽ കയറി ഇരുന്ന് ഞാൻ കൊണ്ടുപോകണ ഒരു ആരതിപ്പൊടി അല്ലെങ്കിൽ എന്റെ മോളിൽ ഇരിക്കുന്ന ഒരു ആരതിപ്പൊടി നിങ്ങൾ കണ്ടു കാണത്തില്ല. മീൻസ് ഞാൻ എണീറ്റുമ്പം ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ആരതിപ്പൊടി നിങ്ങൾ ചിലപ്പോൾ ഇമാജിൻ പോലും ചെയ്യത്തില്ല. മനസ്സിലായില്ലേ. എന്ന് വെച്ചാൽ അത് നമ്മൾ മാത്രം കാണുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ കാണുന്ന ആരതിപ്പൊടി അടിപൊളിയാണ്. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ വഴക്കിടുമ്പോ തന്നെ ഞാനായോ വഴക്കിട് തുടങ്ങി. പക്ഷെ അത് കഴിഞ്ഞ അടുത്ത ദിവസം ചേട്ടാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം എന്തെങ്കിലും നമ്മൾ തമ്മിലുള്ള വഴക്ക് അധികം നീണ്ടു പോകാറില്ല. പലരും അതിന്റെ ഇടയ്ക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചാലും നമുക്ക് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. പിന്നെ നമ്മൾ കല്യാണമാണെങ്കിലും മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴത്തേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഡേറ്റ് കറക്റ്റ് ആയിട്ട് എടുക്കാതെ അത് പബ്ലിക്കലി വന്ന് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് അത് നമ്മൾ രണ്ടുപേരുമായിട്ട് ഒരുമിച്ച് വന്നിട്ട് എന്ത് ചെയ്യും, ആ ഒരു ഡേറ്റ് നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അവിടെ നിൽക്കുന്നു ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഡോക്ടർ റോബിൻ അല്ല, ആരതിപ്പൊടിയാണ്. ഇനി അടുത്തത് എടുത്തിട്ട് പറഞ്ഞോളൂ. നിരാശ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരാശയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിരാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ വിചാരിച്ച കണക്ക് നടന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നിരാശ ഉണ്ടാവും. കാരണം നിരാശ ഉണ്ടായാലേ തിരിച്ചത് ചെയ്യാൻ വേണ്ടി എനിക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും. മനസ്സിലായോ. അപ്പൊ അത് ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്ന. ഞാൻ പറഞ്ഞില്ലേ എന്റെ വീഴ്ചകൾ, മൈ ഡൗൺഫോൾസ് ആർ മൈ ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അപ്പം നിരാശകൾ ഉണ്ടെങ്കിലേ നമുക്ക് ആ നിരാശകളെ എന്ത് ചെയ്യാൻ പറ്റൂ, അത് മലയാളത്തിൽ ഇങ്ങനെ പറയും, ഓവർകം ചെയ്ത് അത് നമ്മൾ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ പറ്റൂ. ഓക്കെ, അത് സോ നിരാശ ഞാനൊരു പോസിറ്റീവായിട്ട് എടുക്കുന്നുള്ളൂ. വീക്ക്നെസ്, ദൗർബല്യം, എന്റെ വീക്ക്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ലൈക്ക് നമ്മുടെ വീക്ക്നെസ് എന്താ? നമുക്ക് ഒരു കാര്യത്തിന് നമുക്ക് എന്തൊക്കെ ചെയ്താലും ഞാൻ ഒരു എന്റെ വീക്ക്നെസ് എനിക്കത് വേണം. ഇപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ അരതിപ്പൊടി കാരണം അത് പലർക്കും അറിയാവുന്നതുകൊണ്ടാണ് അതിലിട്ട് കുത്തി പലരും വേദനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. മനസ്സിലായില്ലേ. അത് അറിയാം. കാരണം വേറെ എന്ത് വന്നാലും ഞാൻ കുലുങ്ങത്തില്ല എന്നറിയാം. അതുകൊണ്ടാണ് അവളെ ഇട്ടിട്ട് എന്ത് ചെയ്യുന്നത്, അത് ചെയ്യുന്നത്.
ലവ് എന്ന് പറഞ്ഞ ഒറ്റ വേർഡേ എനിക്കുള്ളൂ. Again ആരതി. ഇത് എന്ത് ചോദിച്ചാലും അവസാനം വന്ന് ഞാൻ നിൽക്കുന്ന ജെന്യൂനായിട്ട് ആരതി. പറഞ്ഞില്ലേ, എനിക്ക് പ്രണയം വേറെ ഒരാളുടെ ഇല്ല. എങ്കിൽ പിന്നെ എനിക്ക് പറയാം എല്ലാവരോടെയും സ്നേഹമാണ്. സ്നേഹം എന്ന് പറയുന്ന സ്നേഹമുണ്ട്, അതൊരു കൈൻഡ് ഓഫ് ലവ്. പക്ഷേ ലവിന്റെ എക്സ്ട്രീം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി അത് ആരതിപ്പൊടിയാണ്. പിന്നെ റോബിൻ ഇൻ 2030 ഡോക്ടർ റോബിൻ ഇൻ 2030. ഡോക്ടർ റോബിൻ എന്ന് പറയുന്നത് 2030 2023 ബെറ്റർ വെർഷൻ ആയിരിക്കും. അത് എന്തൊക്കെയാണെന്നുള്ളത് 2023 നമ്മൾ ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിന്റെ രണ്ടാമത്തെ സെക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ടോ? ആ സമയത്ത് രമ്യ തന്നെ ആ ഇന്റർവ്യൂ എടുക്കണം. കേട്ടല്ലോ? അപ്പോ കേട്ടല്ല. പ്രതികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രതികാരം തോന്നാറുണ്ട്, ഒബ്വിയസ്ലി തോന്നാറുണ്ട്. കാരണം അനാവശ്യമായിട്ട് എന്റെ അടുത്ത് വന്ന് പ്രൊവോക്ക് ചെയ്യാനോ ഇത് ചെയ്യാൻ തോന്നുമ്പോൾ എനിക്ക് ഭയങ്കര റിവെഞ്ച് പ്രതികാരം മെന്റാലിറ്റിയൊക്കെ വരും. പക്ഷെ അന്ന് ഉറങ്ങി എണീറ്റാ തീരും. അത് ഞാൻ രാവിലെ എണീക്കുമ്പോൾ ദൈവം ആരടുത്തായിരുന്നു എന്തോ ചെയ്യാനുണ്ടായിരുന്നില്ല, എനിക്കറിയാം ഞാൻ അങ്ങനെ ആയിപ്പോയി. ആരടുത്തെങ്കിലും ഒരു ദേഷ്യവും വൈരാഗ്യം ഉണ്ട്. പക്ഷെ എന്റെ മനസ്സിൽ ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ മനസ്സിലുണ്ട്, പക്ഷെ അതൊന്നും എന്ത് ചെയ്യത്തില്ല, ചിലപ്പോൾ പുറത്ത് കാണിക്കണമെന്നില്ല. എന്റെ മനസ്സിൽ കാണും എന്തൊക്കെ ചെയ്തു എന്ന്. ഞാൻ ചിലപ്പോൾ ഈസിയായിട്ട് ഫോർഗീവ് ചെയ്യുന്ന ഒരാളാണ്. എന്തെങ്കിലും ആയി പോട്ടെ, കാരണം എന്റെ ഇന്നർ പീസ്, എന്റെ മനസ്സമാനത്തിന് മാത്രമേ ഞാൻ വാല്യൂ കൊടുക്കുന്നുള്ളൂ അവിടെ, മനസ്സിലായില്ലേ? അപ്പൊ പ്രതികാരം വെച്ചോണ്ടിരുന്ന എന്റെ മനസ്സമാനം തന്നെയാണ് ഞാൻ കളയുന്നത്. അത് കളയാൻ വേണ്ടി ഞാൻ ശ്രമിക്കത്തില്ല. കഴിഞ്ഞു. ഇനി വേറൊന്നുള്ളത്, നമുക്ക് റോബിന്റെ വാൾപേപ്പർ എന്താണോ ഒന്ന് ഇപ്പൊ ഫസ്റ്റ് കാണിച്ചില്ലേ, അതൊന്ന് മാറ്റി സ്ക്രീൻ അൺലോക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതാണ് ഇനി ജനങ്ങൾക്ക്. പ്രത്യേകിച്ച് ഒന്നുമില്ല, വേറെ ഒന്നുമില്ല, ഫോട്ടോസ് ഒന്നും ബാക്ക്ഗ്രൗണ്ടിലില്ല. ഇതാണ് എന്റെ ഇതാണ് എന്റെ വാൾപേപ്പർ. അതൊന്ന് ക്യാമറയ്ക്ക് ഒന്ന് ടേൺ ചെയ്ത്. അല്ല, അത് വേറെ ഒന്നും കൊണ്ടല്ല. കാരണം ടു ഡു ലിസ്റ്റ് ഞാൻ ഇട്ടേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്ന ഫോണാണ്. ഞാൻ ഒരു ഫോൺ അഡിക്റ്റ് ആണ്. അപ്പൊ ഫോൺ ഓരോ പ്രാവശ്യം ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്കിത് കാണണം. കാരണം എനിക്ക് എന്നാൽ കണ്ടിട്ട് അത് ടിക്ക് ഇടുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. ഇനി അടുത്ത വെയിറ്റ് ലോസ് ഏപ്രിൽ ആകുമ്പോൾ തീരുമ്പോൾ അതൊരു ടിക്ക് ഇടും. അടുത്ത ഡോക്ടർ റോബിൻ ആദർശ് മെഡിക്കൽ സെന്റർ. കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്റെ ഒരു ആഗ്രഹമാണ്. ലാസ്റ്റത്തെ പറഞ്ഞില്ല, ലാസ്റ്റത്തെ ലോകേഷ് കനകരാജ്. ഞാൻ ഒരു പ്രാവശ്യം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ലോകേഷ് കനകരാജ് താങ്ക് യു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താണ് ആൾക്കാരൊക്കെ ഒരുപാട് ചിന്തിച്ചു. ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞാൽ അതിന് പിറകിൽ എന്റെ ഒരു കാര്യമുണ്ട്. കാരണം എന്റെ ഇതിന് മുന്നേ ഉള്ള 5ാമത്തെ മൂവി രാവണ യുദ്ധമായിട്ട് റിലേറ്റ് ചെയ്ത് ഒന്നുകിൽ അതിന്റെ സക്സസ് പാർട്ടിക്കോ അല്ലെങ്കിൽ അതിന്റെ ഇപ്പൊ റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് എന്തെങ്കിലും ഒരു കാര്യത്തിന് എനിക്ക് പുള്ളിക്കാരനെ എന്ത് ചെയ്യണം കൊണ്ടുപോകാൻ. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടറാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് എന്ത് ചെയ്യണം, അത് ചെയ്യണമെന്നുണ്ട്. അപ്പം ഒരിക്കലും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോ തൽക്കാലം ഇതിപ്പോ ബേസിക് ആയിട്ട് ഇതിന്റെ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ല ഞാൻ പറഞ്ഞത്. ഇത് ജസ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്റെ മനസ്സിൽ കിടത്തിയിരിക്കുന്ന കുറച്ച് കാരണം. ഇതല്ലാതെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അത് കാരണം മുന്നേ പറഞ്ഞു ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ചില കാര്യങ്ങൾ പറയാതെ എന്ത് ചെയ്യും പെട്ടെന്ന് കൊണ്ടുവരും. ഇപ്പൊ ഈ പോർഷ മനോരമയുടെ കാര്യം വന്നിട്ട് ഞാൻ പറയാതെ തന്നെ കൊണ്ടുവന്നിട്ട. ഇപ്പൊ പലരും പറയുന്നുണ്ടായിരിക്കും ഇപ്പം ദുബൈയിൽ ചീപ്പായിട്ട് കാർ കിട്ടും. ചീപ്പായിട്ടാണെങ്കിലും അത് ഞാൻ മേടിച്ചു. ഓക്കെ, ഇനി ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സൈഡിൽ മിസ് ചെയ്യുന്നുണ്ടോ? ഞാനൊരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ റോബിനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ? എനിക്ക് ആ ഒരു പ്രൊഫഷനിലേക്ക് എത്തണമെന്നോ ആ ഒരു ആഗ്രഹം? ഒബ്വിയസ്ലി, കാരണം ഞാൻ വൈകുന്നേരം നൈറ്റ് ഡ്യൂട്ടി വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോൾ റെഡിയായി 7:30 ആകുമ്പോൾ കറക്റ്റ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി പഞ്ചിങ് ചെയ്ത് അടുത്ത ദിവസം രാവിലെ 9:30 വരെ ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യുന്ന ഒരു ഡോക്ടറായിരുന്നു ഞാൻ. അപ്പൊ ആ സ്റ്റെത്തൊക്കെ ആയിട്ട് ഇൻഷർട്ട് ചെയ്ത് ഞാൻ ഇങ്ങനെ ഓടി നടന്ന എല്ലാ വാർഡിലും എല്ലാ സ്ഥലത്തും പോയി പല പീഡിയാട്രിക് തൊട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി പേഷ്യൻസിനെ വരെ നോക്കി എല്ലായിടത്തും സംസാരിച്ച് അങ്ങനെയുള്ള ഒരു ഡോക്ടറായിരുന്നു ഞാൻ. അതിന് ഞാൻ ഒബ്വിയസ്ലി മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആ ഒരു പ്രൊഫഷൻ, കാരണം എനിക്ക് ആ പ്രൊഫഷൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഒരിക്കലും പോകാനൊന്നും പോകുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചത് ഇപ്പം ഞാൻ തിരിച്ച് വീണ്ടും വർക്ക് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ എൻ്റെ ഗ്രാഫ് അതേപോലെ പോകും. മനസ്സിലായില്ലേ? അതിൽ നിന്നൊരു ഒരു കയറ്റമില്ല. അപ്പം ഞാൻ വിചാരിച്ചത് ഓക്കെ, ഡോക്ടർ റോബിൻ ആദർശൻ മെഡിക്കൽ സെന്റർ എന്ന് പറഞ്ഞൊരു സംഭവം എൻ്റെ ഓണായിട്ട് എനിക്ക് എന്ത് ചെയ്യണം, ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എൻ്റെ പേരിൽ, എൻ്റെ ബ്രാൻഡിൽ അല്ലെങ്കിൽ എൻ്റെ പേരിൽ എനിക്കൊരു മെഡിക്കൽ സെന്റർ. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു ആഗ്രഹമാണ്, എനിക്കൊരു ആഗ്രഹമുണ്ട്. ഞാൻ ജനിച്ച ഹോസ്പിറ്റലിൽ, ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ തിരിച്ച് വീണ്ടും അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി പോകണം എന്നൊരാഗ്രഹമുണ്ട്. കാരണം അത് എനിക്കൊരു ഫീലാണ്. മനസ്സിലായില്ല? കാരണം അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അത് തിരിച്ച് വീണ്ടും അവിടെ പോകുമ്പോൾ ഞാൻ ഡോക്ടറായിട്ട് വർക്ക് ചെയ്തു. ഇനി ഇപ്പം ഞാൻ ചെല്ലുമ്പോൾ കുറച്ച് പേരെങ്കിലും എന്നെ റെക്കഗ്നൈസ് ചെയ്യും. അപ്പോൾ കിട്ടുന്നൊരു ഫീല്, ആ സ്റ്റെപ്പ് ഇട്ട് അവിടെ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ കിട്ടുന്നൊരു ഫീൽ എന്ന് പറയുന്നത് എൻ്റെ ഡിഫറെൻറ്റാണ്. അപ്പോൾ ഈ മെഡിക്കൽ സെൻറ്റർ എൻ്റെ മനസ്സിലുണ്ടെങ്കിലും അത് കഴിഞ്ഞതിന് ശേഷം
അതൊന്ന് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഹോസ്പിറ്റൽ വെറുതെയെങ്കിലും വന്ന് എന്ത് ചെയ്യണം. എന്തുകൊണ്ടാണ് പിന്നെ മെഡിക്കൽ സെന്റർ അവിടെ UAE സ്റ്റാർട്ട് ചെയ്യാൻ? അല്ല, UAE കുറച്ചുകൂടെ പോസിബിലിറ്റീസ് കൂടുതൽ. നാട്ടിലുണ്ട്, പക്ഷേ UAE എന്ന് പറയുമ്പോൾ എനിക്ക് ഗോൾഡൻ വിസ കിട്ടി. അപ്പൊ അത് നമ്മുടെ UAE ഗവൺമെന്റ് നമുക്ക് കിട്ടുന്ന ഒരു റെക്കഗ്നേഷൻ ആണ്, മനസ്സിലായി. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് പ്രിവിലേജും കാര്യങ്ങളുണ്ട്, എല്ലാം ഈസിയാണ് അവിടെ കുറച്ചുകൂടെ. പിന്നെ അവിടെ ഇതേപോലെ ഇവിടുത്തെ നാട്ടിലെ പോലത്തെ നമ്മളെ തകർക്കാൻ വേണ്ടിയൊന്നും ആരും അങ്ങനെ നടക്കത്തില്ല. കാരണം അതൊന്നും അവിടുത്തെ ഗവൺമെന്റിൽ പറ്റത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ച അവിടെ തന്നെയാണ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ബെറ്റർ. പക്ഷേ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ ആരും വന്നാൽ ഉണ്ടാവില്ല. അല്ല, ഞാൻ പറഞ്ഞത് എന്റെ പേരിലായിരിക്കും. ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എമർജൻസി മെഡിസിൻ കൺസൾട്ടന്റിനെ ഒരാളെ എടുക്കണം, ഒരു ജനറൽ ഫിസിഷ്യൻ എടുക്കണം, 2 ഡ്യൂട്ടി ഡോക്ടേഴ്സിനെ എടുക്കണം, ഒരു 5-6 നഴ്സ് സ്റ്റാഫിനെ എടുക്കണമെന്നുണ്ട്, പിന്നെ 2 റിസപ്ഷനിസ്റ്റ്, പിന്നെ ഒരു സെക്യൂരിറ്റി. ഇങ്ങനെയുള്ള ഒരു അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ പോലത്തെ ഒരു മെഡിക്കൽ സെന്റർ അവിടെ സെറ്റപ്പ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അറ്റ് ദി സെയിം ടൈം അവിടെ ഈ സ്ട്രെസ് അല്ലെങ്കിൽ ഡിപ്രഷൻ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് വന്ന് തെറാപ്പി, അത് ഫ്രീ ആയിരിക്കും. അതിൽ ഞാൻ ഒരു ചാർജ് ഞാൻ ചെയ്യത്തില്ല. കാരണം നമ്മുടെ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് പോലെ നമ്മുടെ മെന്റൽ സ്ട്രെങ്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സമയമാണ്. കാരണം ഞാൻ ആലോചിക്കും, പലരും ഇപ്പൊ റീസെന്റ് ഉള്ള പല ഇൻഫ്ലുവൻസേഴ്സോ അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ സൂയിസൈഡ് എന്നാ കണ്ടു ലൈഫിലെ കാര്യങ്ങൾ. അപ്പൊ അവരാലോചിക്കേണ്ട, ഇത്രയും ഡീഗ്രേഡിങ്ങും ഇത്രയും കാര്യങ്ങളും ഇത്രയും ഇതെല്ലാം സഫർ ചെയ്തിട്ട് ഞാൻ ഇപ്പോഴും ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മാത്രം ആലോചിച്ചാൽ മതി. കാരണം ഞാൻ അനുഭവിച്ചതിന്റെ 10-1 പോലും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കില്ല, നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കത്തില്ല. അപ്പം നമ്മുടെ ലൈഫിൽ എന്തൊക്കെ സ്ട്രഗിൾ ഉണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നമ്മുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലംസ് അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് അടുത്തത് എന്താണ് വഴി എന്ന് നമ്മൾ ഇരുന്ന് ചിന്തിച്ച് അതിന് വേണ്ടിയുള്ളത് വർക്ക് ചെയ്യുക. അല്ലാതെ നമ്മൾ അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഇരുന്ന് പോകും. മനസ്സിലായില്ല? അത്രേ ഉള്ളൂ. മോട്ടിവേഷണൽ ക്ലാസ് എടുക്കാൻ പറ്റിയ ഒരാൾ. അല്ല, ഞാൻ ഇതിന് മുന്നേ മോട്ടിവേഷൻ ആക്ച്വലി ചെറുതായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, കോളേജിലൊക്കെ പോയി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം തിരിച്ച് ഞാൻ പറയാം, അങ്ങനെയുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോഴേ നമുക്ക് എങ്ങനെ വരത്തുള്ളൂ. ഇപ്പം അത് ഓരോ ആങ്കർ അനുസരിച്ച്. മുമ്പൊക്കെ ഞാൻ കണ്ടന്റ് കൊടുക്കണമെന്നുള്ളതുകൊണ്ട് എനിക്കറിയാം ഏത് കണ്ടന്റ് എവിടെ ക്ലിക്ക് ആവും, എങ്ങനെ പോകണമെന്ന് അറിയാം. ഇപ്പൊ എനിക്ക് കണ്ടന്റിന്റെ ആവശ്യമില്ല. കാരണം എന്റെ ഞാൻ പ്രീ പ്ലാൻഡാ. ഇപ്പൊ ഈ ഒരു ഇന്റർവ്യൂവിൽ വരുമ്പോൾ തന്നെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിനെ പറ്റി ഒരു ചോദ്യമായിരിക്കും ആദ്യമായിട്ട് ചോദിക്കുന്നത് എന്ന് എനിക്കറിയാം. സോ അപ്പം ഞാൻ എന്തായിരിക്കും പറയുന്നതെന്നുള്ളത് വരെ ഞാൻ ചിന്തിക്കാറുണ്ട്. മനസ്സിലായില്ലേ? ഈ ഒരു ഷോയിൽ ഇവിടെയാണ് ഞാൻ ഇരിക്കേണ്ടത്, ഈ ഒരു പ്രൊഫൈലാണ് എനിക്ക് വേണ്ടതെന്ന് പോലും എനിക്ക് അറിയാനുണ്ട്. അത് മാത്രമല്ല രമ്യക്ക് അറിയാത്ത വേറൊരു കാര്യം കൂടെ, റമ്മി ബ്ലാക്ക് ഡ്രസ് ഇട്ടത് ഞാൻ പറഞ്ഞിട്ടാണ് അപ്പൊ ഇട്ടത്. അറിയാവോ? അല്ല, ഞാൻ പറയട്ടെ, ഈ ലൈഫിൽ ഇപ്പൊ പ്രീ പ്ലാനിങ് ആയിട്ട് കാര്യങ്ങൾ നടന്നു. പ്രീ പ്ലാനിങ് അല്ലാതെ ഒരു ലൈഫിൽ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ, അതും ഏറ്റവും കൂടുതൽ നമുക്ക് എന്താ പറയാ, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ, അപ്പൊ അത് ഹാൻഡിൽ ചെയ്യാൻ ശരിക്കും ബുദ്ധിമുട്ട് വരും തോന്നുന്നുണ്ടോ? സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ അല്ല, ഇപ്പൊ എല്ലാം പ്രീ പ്ലാനിങ് ആയിട്ടാണല്ലോ കാര്യങ്ങളെല്ലാം നിൽക്കുന്നത്. ഞാൻ ഉടുത്തിരിക്കുന്ന ബ്ലാക്ക് സാരി വരെ അങ്ങനെയല്ല. ആക്ച്വലി പ്രീ പ്ലാൻഡ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സക്സസ്ഫുൾ ആവണമെന്നില്ല. പക്ഷെ നമുക്ക് നടക്കാവുന്ന കാര്യങ്ങൾ, മനസ്സിലായില്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത്, പ്രീ പ്ലാനിങ് ചെയ്യാതെ പെട്ടെന്ന് ലൈഫിൽ വലിയൊരു സംഭവം വന്നു കഴിഞ്ഞാൽ അതിനെ അപ്പം ഫേസ് ചെയ്യാനുള്ള ആ ഒരു ഇത് ഇത്രയൊക്കെ ഫേസ് ചെയ്തില്ലേ, ഇത്രയൊക്കെ വന്നോണ്ട് എന്ത് വന്നാലും വരട്ടെ. ഇപ്പൊ ഞാനൊരു ക്രിമിനൽ ക്രൈം ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എന്താ വെച്ചാൽ ഒരാളെ കൊല്ലാനോ അല്ലെ പിടിച്ചു പറിക്കാനോ അല്ലെങ്കിൽ അത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. കാരണം അങ്ങനെ ചെയ്യാനും സമ്മതിക്കത്തില്ല. കാരണം പൊടി എന്ന് പറഞ്ഞ ഒരാളെൻ്റെ കൂടെ ഉള്ളപ്പം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ചേട്ടാ വേണ്ട അല്ലെങ്കിൽ ചേട്ടാ ശ്രദ്ധിക്കുക എന്നുള്ളത് എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. എനിക്കൊരു ഗൈഡ് ചെയ്യാനായിട്ട് ഒരാൾ എന്തുണ്ട് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് മാക്സിമം ഞാൻ കുഴിയിലൊന്നും ചെന്ന് ചാടാനുള്ള പ്രശ്നങ്ങളില്ല. കാരണം ഇപ്പൊ ഈ കഴിഞ്ഞ കുറെ മാസങ്ങളാണെങ്കിലും വലിയ രീതിയിലുള്ള കോൺട്രവേഴ്സീസോ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. കുറച്ച് സ്മൂത്ത് ആയിട്ട് പോസിറ്റീവ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിന്റെ വേറൊരു അടുത്തൊരു സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഇതിന് തൊട്ട് മുന്നേ വന്നിരുന്ന ഒരു ഗസ്റ്റ് ഇവിടെ വന്നിട്ട് റോബിന് വേണ്ടിയിട്ട് ഒരു ചോദ്യം ഇതിൽ എഴുതിയിട്ടുണ്ട്. അതെന്താണെന്ന് വായിച്ചിട്ട് അതിനുള്ള ഒരു ആൻസർ പറയണം. അത് വായിച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് അടുത്തത് നെക്സ്റ്റ് നമ്മുടെ താളിയോലയിലേക്ക് റോബിന് നമ്മൾ അടുത്ത ഗസ്റ്റ്, ഇതിന്റെ ഒന്നും പേര് പറയണ്ട, അടുത്ത ഗസ്റ്റ് അതൊക്കെ സർപ്രൈസ് ആണ് നമ്മുടെ പ്രേക്ഷകർക്ക്. അപ്പൊ അത് റോബിൻ മാത്രം വായിച്ചാൽ മതി. എന്നിട്ട് ആ ഒരു ഗസ്റ്റിന് വേണ്ടിയിട്ട് റോബിൻ എന്താണ് അവരോട് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ആ ചോദ്യം ഇവിടെ എഴുതാം. ഗസ്റ്റിന്റെ പേരൊന്നും പറയണ്ട, ചോദ്യം എന്താണെന്നും ഇപ്പൊ അനൗൺസ് ചെയ്യണ്ട, ഒന്നും പറയണ്ട. അല്ല, ഇതിപ്പോ നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡിൽ വന്ന ഒരു ഗസ്റ്റ് ഉണ്ട്. ആ ഗസ്റ്റ് ഇതേപോലെ തന്നെ അല്ല, അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരാളുണ്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അവര് റോബിന് വേണ്ടിട്ട് ഒരു ചോദ്യം എഴുതിയിട്ടുണ്ട്. അതിന്റെ ചോദ്യം മാത്രം വായിച്ചിട്ട് അതിന് ആൻസർ ചെയ്താൽ മതി. ഗസ്റ്റിന്റെ പേരൊന്നും പറയണ്ട. നമ്മുടെ താളിയോല എടുത്തോ. അയ്യോ, ഇത് കൊള്ളാലോ. അതൊക്കെ നമ്മൾ ഒപ്പിച്ച സംഭവങ്ങളാണ്. വാട്ട് ഈസ് ലവ് അക്കോർഡിംഗ് ടു യു? ലവ് എന്ന് പറഞ്ഞാൽ
എന്താണെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ലവ് എന്ന് പറയുന്നത് പല കൈൻഡ് ഓഫ് ലവ് ഉണ്ട്. ഇപ്പൊ എനിക്ക് ദൈവത്തോടിനോട് ലവ് ഉണ്ട്, പാരന്റ്സിനോട് ലവ് ഉണ്ട്, എൻ്റെ സിസ്റ്ററിനോട് ലവ് ഉണ്ട്, ഫ്രണ്ട്സിനോട് ലവ് ഉണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും ലവ് ഉണ്ട്, എനിക്ക് പൊടിയിലൂടെ ലവ് ഉണ്ട്. ഇതെല്ലാം ഡിഫറെന്റ് കൈൻഡ് ഓഫ് ലവ് ആണ്. മനസ്സിലായില്ലേ? അത് എന്നും പറഞ്ഞ് ഒരെണ്ണത്തിന് താഴെ അല്ല, അല്ലെങ്കിൽ ഒരെണ്ണത്തിന് മുകളിലാണ് എന്നുള്ളതല്ല, എല്ലാം ഡിഫറെൻ്റ് ആണ്. ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അച്ഛനാണോ അമ്മയാണോ എൻ്റെ അടുത്ത് ഇഷ്ടം കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് രണ്ടുപേരും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഇടപെടുന്നത്, എൻ്റെ കൂടെ എല്ലാ സമയത്തും എൻ്റെ എമോഷൻസ് എല്ലാം കാണുന്നത് ആരതി പൊടിയാണ്. അപ്പോൾ പുള്ളിക്കാരിക്കാണ് കൂടുതലും ഞാൻ എന്താണ് എന്ന് അറിയുന്നത്. ഞാൻ കരഞ്ഞ് പണ്ടാരം അടങ്ങിയിരിക്കുന്നത് കാണുന്നത് ചിലപ്പോൾ പുള്ളിക്കാരിയായിരിക്കും. അത് ചിലപ്പോൾ എൻ്റെ പാരൻസ് പോലും ചിലപ്പോൾ കണ്ടു കാണത്തില്ല. അപ്പം അങ്ങനെ നോക്കുമ്പം എന്നെ കൂടുതൽ അറിഞ്ഞ് എന്നെ ഇഷ്ടപ്പെടുന്നത്, എൻ്റെ കൂടെ വഴക്കൂടുന്നുണ്ടായിരിക്കും, എന്നോട് സ്നേഹിക്കുന്നുണ്ടായിരിക്കും. അറ്റ് ദി സെയിം ടൈം ഷീ ഈസ് ദെയർ. എൻ്റെ കൂടെ എല്ലാത്തിനും എൻ്റെ കൂടെ ഒരു കമ്പനിയനായിട്ട് എൻ്റെ കൂടെ ലൈഫ് ലോങ് ഞാൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നമ്മൾ എന്ത് ചോദിച്ചാലും അവസാനം അത് വന്നെത്തുന്നത് വെരി ലക്കി. അത് അങ്ങനെ തന്നെ ആവട്ടെ, എപ്പോഴും അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് അടുത്ത ഗസ്റ്റിനുള്ള ഒരു പേര് വായിക്കരുത് കേട്ടോ. അവിടെ അദ്ദേഹത്തിനുള്ള ഒരു ചോദ്യം ഉണ്ട്. ആ ചോദ്യം എഴുതാ. എന്താണ് റോബിൻ അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത്? ഇല്ല, ഓക്കേ, ചോദ്യം എന്ത് വേണമെങ്കിലും ആവാം. റോബിന് ഇഷ്ടമുള്ളത്. റോബിൻ എന്താണ് അദ്ദേഹത്തിന്റെ അടുത്ത് ആ വ്യക്തിയുടെ അടുത്ത് ചോദിക്കാനുള്ളത്? ദാറ്റ്സ് ഇറ്റ്. ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ പോലെ ആവുമോ? ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ കണ്ടാൽ മറ്റുള്ളവർക്ക് ആർക്കും വായിക്കാൻ പറ്റും, മെഡിക്കൽ ഷോപ്പിൽ മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. അതുപോലെ ആവുമെന്നേ ഉള്ളൂ. എഴുതി കഴിഞ്ഞു. ഓക്കെ, ആ ചോദ്യത്തിന്റെ താഴെ തന്നെ ഇനി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ഈ ഒരു ഷോയിൽ റോബിന് കാണാൻ ആഗ്രഹം ഏതൊരു ഗസ്റ്റ് വന്നിരിക്കുന്നതായിരിക്കും? അതും കൂടെ പേര് പറയണ്ട, എഴുതിയാൽ മതി. ഏത് ഗസ്റ്റ് വന്നിരുന്ന് അവരുടെ വിശേഷങ്ങൾ പറയുന്നത് കേൾക്കാനായിരിക്കും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടാവുക? ഇൻസ്റ്റന്റ് ആണല്ലോ എല്ലാ ആൻസേഴ്സും. കിട്ടി. ക്യാമറ കാണണ്ട, ഞങ്ങൾ മാത്രം കണ്ടാൽ മതി. അതെ 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 അതെ, സൂപ്പർ. അപ്പൊ അങ്ങനെ നമ്മുടെ ലൈഫ് അത്ര മനോഹരമായിട്ട് റോബിൻ വായിക്കാൻ പറ്റുന്നില്ല. പിന്നെന്താ, സൂപ്പറായിട്ട് വായിക്കാം. കുഴപ്പമില്ല. ഇല്ല, അതൊന്നും കുഴപ്പമില്ല. ഇല്ല, എല്ലാം വായിക്കാൻ പറ്റുന്നുണ്ട്. സാധാരണ ഒരു കണ്ടന്റും കൂടെ അതെ, ഗസ്റ്റും കൊള്ളൂലേ? ഗസ്റ്റിനെ അടുത്ത ഗസ്റ്റ് എനിക്ക് ആഗ്രഹമുള്ള ഒരു ഗസ്റ്റ്. പിന്നെ അതും കൊള്ളാം. അതല്ല ഞാൻ ചിരിച്ചത് ആദ്യം. കാണണം. അതെ, കാണണം, ഉണ്ടാവട്ടെ. അപ്പൊ എന്തായാലും റോബിന്റെ അടുത്ത് ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ റോബിൻ ഇതിനകം തന്നെ കുറെ ഇന്റർവ്യൂസിലും റോബിന്റെ കുറെ ഇതിലും റോബിൻ ഷെയർ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും. റോബിന്റെ മനസ്സിൽ ഇനിയും ഈ ഫോണിൽ വെറും 6 ടു ഡു ലിസ്റ്റ് ആണെങ്കിലും ഒരുപാട് ഒരു 10, 600, 6000 കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും. അതെല്ലാം സൂപ്പർ ഡ്യൂപ്പർ ആയിട്ട് ചെയ്യട്ടെ. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ 2030 നമ്മൾ വീണ്ടും ഇതേപോലെ വന്നിരിക്കുമ്പോൾ ഒരു കെട്ട് കാര്യങ്ങൾ എന്റെ അടുത്ത് പറയാം. 2.0 അല്ലെങ്കിൽ ചിലപ്പോൾ 3.0 ആവും. ചിലപ്പോൾ നിങ്ങൾ അടുത്ത ഇതും കഴിഞ്ഞ് അടുത്ത സെക്ഷൻ ആയിരിക്കും. പക്ഷെ എന്തായാലും ഒരു ഒറ്റ കാര്യമുള്ളൂ, എന്റെ ഇന്റർവ്യൂ ചെയ്യേണ്ടത് രമ്യ ആയിരിക്കും. ഈ ഒരു പ്രോഗ്രാം ഞാൻ കിളവിയായി വന്നിരുന്നാലും ഞാനും കിളവനാവല്ലോ. 2030 എന്ന് പറയുമ്പോൾ ഇനി ഒരു 7 വർഷം ഉണ്ടല്ലോ. അല്ലല്ല, ഞാൻ പറഞ്ഞ പിന്നീട് അങ്ങോട്ട് 3 ആയാലും 4 ആയാലും 7 വർഷം എന്ന് പറയുമ്പോൾ എന്റെ കൂടെ ഒരു 2 കുഞ്ഞുങ്ങളും കൂടെ കാണും. എങ്ങനെ കുഞ്ഞുങ്ങളും കൂടെ ഞങ്ങൾ 4 കുട്ടികളെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആണോ? ഓ ഈശ്വര ഭാഗ്യം. നിങ്ങൾക്ക് ആൺകുട്ടി വേണം പെൺകുട്ടി വേണമെന്ന് മാത്രം പ്ലാൻ രൺബീർ കപൂറിന്റെയും ആലിയ ഭട്ടിന്റെയും കുഞ്ഞിന്റെ വീഡിയോ ഇന്നലെ കാണിച്ചത്. അത് എവിടെയൊക്കെ ആ വീഡിയോ വേണമെന്ന് അതെല്ലാം എടുത്ത് ഫോർവേഡ് ചെയ്തോണ്ടിരിക്കുക. കുഞ്ഞുങ്ങളെ നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ 4 എന്തുകൊണ്ട് നിർത്തി? അല്ല, 4 അതിന്റെ റീസൺ പൊടിക്കറിയത്. ആ പൊടീനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പറഞ്ഞു. ആണല്ലേ? അപ്പൊ അത് ഞങ്ങൾ പൊടിയുടെ അടുത്ത് ചോദിക്കാം. അപ്പൊ എന്തായാലും സമയപരിധി കാരണം നമുക്ക് ഇപ്പത്തെ ഇന്റർവ്യൂ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. എന്തായാലും കീപ് ഗോയിങ് ആൻഡ് കീപ് ഓൺ ഗോയിങ്. ഇതേപോലെ നല്ല ഉഷാറായിട്ട് ഫുൾ ഓൺ എനർജിയിൽ ഇതേപോലെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുന്ന ഇത്രയും നല്ലൊരു സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല എന്ന് തന്നെ പറയാം കേട്ടോ. എല്ലാ കാര്യത്തിലും പ്രീ പ്ലാനിങ് ചെയ്ത് എല്ലാത്തിലും ഇങ്ങനെ ഒരു ഇത് അതേപോലെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ് റോബിൻ. അപ്പൊ വീണ്ടും എന്താ പറയാ, ഇതേപോലെ യങ് ആയിട്ട് സ്മാർട്ട് ആയിട്ട് അന്ന് നമ്മൾ കുട്ടിക്കാലത്ത് കണ്ട സെയിം പേഴ്സൺ ആയിട്ട് 2002, 2003, 2004 കോളേജ് ഡേയ്സ് തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിവേ എന്തായാലും അതുപോലെ തന്നെ നമുക്ക് കാണാം.
താങ്ക് യു. യെസ്, താങ്ക് യു. ഓക്കെ, ബൈ. ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലേ? ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിൽ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനാണ്. റോബിന് പറയാനുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങളിൽ കുറേ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞു. അദ്ദേഹത്തിന് അടുത്ത നമ്മുടെ ഗസ്റ്റിന്റെ അടുത്ത് ചോദിക്കാനുള്ള ഒരു ചോദ്യവും നമ്മുടെ ഈ താളിയോലയിലൂടെ എഴുതി വെച്ചത് നിങ്ങൾ കണ്ടല്ലോ. അപ്പം ആ ചോദ്യവും അതിന്റെ ആൻസറും അടുത്ത ഗസ്റ്റിലൂടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിന്റെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണും.